ഇന്ന് രാത്രിയിലെ വായിച്ച തിരുവെടുത്ത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32 മുതൽ 39 വരെയുള്ള തിരുവെടുത്താണ്. നമുക്കറിയാം, വേദപുസ്തകത്തിലെ പുതിയ നിയമ പുസ്തകങ്ങളിൽ, വിശേഷിച്ച് ലേഖനങ്ങളിൽ ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം. ഈ ലേഖനം ഒരു പ്രബോധനത്തിന്റെ ലേഖനവും കൂടാ. പുതിയ നിയമത്തിലെ 3 ലേഖനങ്ങൾ, വിശേഷിച്ച് പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം. ഇത് 3ഉം തർജ്ജന ലേഖനമാകാൻ നമുക്കറിയാം, പഠിക്കുന്നവർക്കറിയാം, പ്രധാനമായിട്ട് 3 പെശകിന് എതിരെയുള്ള ലേഖനമാണ്. ഉപദേശ പെശക്, ജീവിത പെശക്, വിശ്വാസ പെശക്. അതിൽ വിശ്വാസ പെശകിന് എതിരെ അവരെ കറക്റ്റ് ചെയ്യാൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ വിശ്വാസികളെ പറ്റി പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇവരിൽ സിംഹഭാഗം ആൾക്കാരും യഹൂദ മതം വിട്ട് നസ്രായ മാർഗത്തിൽ വന്നവരാ. ഇപ്പോൾ നസ്രായ മാർഗമെന്ന് നമുക്കും പറയാനൊക്കത്തില്ല. ഇപ്പൊ ഇത് മതമായി തീർന്നിരിക്കുക. അതെ, ഇപ്പൊ അങ്ങനെ ആയി. സാഹചര്യങ്ങളെല്ലാം പരുവത്തിനും കൊണ്ട് എത്തിച്ചു. അവർക്കുള്ളതെല്ലാം നമുക്കുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്കില്ലാത്തതും കൂടെ നമുക്കുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ തൊടുകൈക്ക് പ്രയാസപ്പെടുത്തുന്നില്ല. നിങ്ങൾ തന്നെ താൻ ശോധന ചെയ്താൽ മതി. അവിടെ ഉള്ളതെല്ലാം ഇപ്പം ഇവിടെ ഉണ്ട്. എല്ലാം ഞാൻ പറയണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇത് മാർഗം എന്ന് പറയാൻ ഇപ്പോൾ ഒക്കത്തില്ല. ഇത് മതമായിട്ട് വന്നിരിക്കുക. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഇത് മാർഗമല്ല, ഇത് മതമല്ല, ഇത് മാർഗമാണ്. കാരണം നമ്മുടെ ഈ ശുശ്രൂഷകൾ മതപ്രസംഗമല്ല. ഇവിടുത്തെ നോട്ടീസ് ഞാൻ കണ്ടില്ല. ഉണ്ടെങ്കിൽ ഉണ്ടോ? ഇല്ല. മതപ്രസംഗം എന്നാണോ? അല്ല, സുവിശേഷ പ്രസംഗമെന്ന്. അപ്പം നമ്മൾ നടത്തുന്നത് മതപ്രസംഗമല്ല, ഇത് സുവിശേഷ പ്രസംഗമാണ്. ഇത് മതം മാറ്റുന്ന മാർഗമല്ല, ഇത് ജീവിതത്തിൽ മനുഷ്യന് വ്യത്യാസം വരുത്തുന്ന മാർഗമാണ്. മനുഷ്യനെ വ്യത്യാസം വരുത്തുവാൻ, മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒന്നേ ഉള്ളൂ, അത് സുവിശേഷം. സുവിശേഷത്തെ കൊണ്ട് മാത്രമേ മനുഷ്യന്, സമൂഹത്തിന്, വ്യക്തികൾക്ക് മാറ്റവും വ്യത്യാസവും വരുത്തുവാൻ സാധ്യമാകുകയുള്ളൂ. എന്താ സുവിശേഷം? നിങ്ങൾക്കറിയാം. അറിയാത്ത ആരെങ്കിലും ഓൺലൈനിലോ സമീപത്തോ നിന്ന് കേൾക്കുന്നെങ്കിൽ അവരുടെ അറിവിന് സുവിശേഷം മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസ്രായനാകുന്ന യേശു ക്രിസ്തു. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2:8-9 നമുക്കെല്ലാം മനപ്പാഠമാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ഒന്ന് വായിച്ചു. നമുക്കെല്ലാം അറിയാം. നിങ്ങൾക്കിതെല്ലാം അറിയാം. അതെനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോഴും അറിയാം. അറിയാത്ത ആരെങ്കിലും സമീപത്തോ ദൂരെയോ നിൽക്കുന്നെങ്കിൽ അവരുടെ അറിവിന്, അവരെ ഉദ്ദേശിച്ചാണല്ലോ അച്ഛാ ഇനി യോഗം ക്രമീകരിച്ച്, അല്ലയോ അച്ഛാ? അതാ. അപ്പൊ അവരുടെ അറിവിന് വായിച്ചു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാകുന്നു എന്റെ സുവിശേഷം. അപ്പൊ സുവിശേഷം മതം മാറ്റുകല്ല, സഭ മാറ്റുകല്ല, കുറെ തത്വജ്ഞാനങ്ങൾ വളമ്പുകല്ല. സുവിശേഷം യേശു ക്രിസ്തു. അത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അവൻ ജനിച്ച്, ജീവിച്ച്, മരിച്ച്, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. അതാ സുവിശേഷം. എന്തിനായി സുവിശേഷം? അച്ഛൻ്റെ കുറേ കാശുണ്ട്, എന്നാൽ അതെങ്ങനെയും ഒന്ന് ചിലവാക്കണം. ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ ചോദിച്ചു, സ്വോത്ര കാഴ്ച കൊണ്ടുവന്ന. ചോദിച്ചു എന്തിനാന്ന് വെച്ചാൽ അതുകൂടെ അങ്ങ് എടുത്തു. അപ്പോൾ എനിക്ക് ഇച്ചിരി സമയം കൂടെ കിട്ടുമല്ലോ എന്ന് ഓർത്താം. ഇല്ല, പറഞ്ഞ് സ്വോത്ര കാഴ്ചയൊന്നും ഇല്ല. ചേർത്ത് പറഞ്ഞു, കാശിന് ആവശ്യമില്ലായിട്ടല്ലെന്ന് പറഞ്ഞു. ആവശ്യമുണ്ട്. അപ്പം ഇത് മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല. സുവിശേഷം യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. എന്തിനായി സുവിശേഷം? വായിച്ചോ, തീത്തോസ് 2:11. ഇന്ന് മൊത്തം വാക്യം വായിക്കുകയായിരിക്കും. വചനത്തിൽ കൂടെ ആകുമ്പം എൻ്റെ കൊങ്ങായിക്കാരും പിടിക്കുകയല്ലോ. വായിച്ചോ 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ
രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഉദയം യേശുക്രിസ്തുവിന്റെ ഉദയമാ. യേശുക്രിസ്തുവിനെയാ അവിടെ പരാമർശിക്കുന്നത്. തീത്തോസിന്റെ ലേഖനത്തിൽ 2 ഉദയത്തെ പറ്റി പറയുന്നുണ്ട്. അതിലൊരു ഉദയമാ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ എന്തിനാ സുവിശേഷം? സകല മനുഷ്യർക്കും. ഇതൊരു വിഭാഗത്തിനോ സംഘടനയ്ക്കോ ഒരു സംഘത്തിനോ ഒരു കൂട്ടർക്ക് മാത്രമുള്ളതല്ല, മുഴുവൻ ആൾക്കാർക്കും വേണ്ടിയാ. മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന സകല മനുഷ്യർക്കും അവൻ രക്ഷയ്ക്ക് കാരണമായ ഒരുവനേ ഉള്ളൂ, ഒരു മാർഗമേ ഉള്ളൂ. അത് യേശുക്രിസ്തു മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം യേശുക്രിസ്തു മാത്രം. പ്രൈസ് ദി ലോർഡ്. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ മാമൂല് കൊണ്ടൊന്നും രക്ഷിക്കപ്പെടുകയല്ല. പള്ളി പണിത് കൊടുത്തത് കൊണ്ടൊന്നും രക്ഷിക്കപ്പെടുകയല്ല. പെന്തിക്കോസ് സഭ വെക്കാൻ സ്ഥലം കൊടുത്തത് കൊണ്ടോ 2 പാൻ മേടിച്ചിട്ടത് കൊണ്ടോ കിണറ്റി കൊണ്ട് മോട്ടർ വെച്ചത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോവുകയല്ല. പണ്ട് നമ്മുടെ സഭയിൽ ഒരാൾ മോട്ടർ വെച്ചു, ഉടക്കുണ്ടായപ്പോൾ പുള്ളി മോട്ടർ അടിച്ചുകൊണ്ട് അങ്ങ് പോയി. എവിടാന്നൊന്നും ഞാൻ പറയുന്നില്ല, വേണ്ട. കിണറും ഫെയ്ത്തോമുമായിട്ട് അല്പം ദൂരമുണ്ട്. പാസ് വെളുപ്പിനെ ദിനചര്യയുടെ ഭാഗമായിട്ട് ടാപ്പ് തുറന്നപ്പം വെള്ളമില്ല. പെമ്പിളോട് പറഞ്ഞ് മോട്ടർ അടിക്കാൻ. അടിച്ചിട്ടും വെള്ളം വരുന്നുമില്ല. ജോടി അപ്പോൾ ചോദിച്ചു, വെള്ളം പറ്റിയോ? പറ്റാൻ സാധ്യതയില്ല, പറവിൻ്റെ സമയം അല്ലല്ലോ. പിന്നെ അവരെ ഒരു ചെറിയ ഡൗട്ട് പോലെ തോന്നി. കാരണം തലയാഴ്ച ഉടക്കുണ്ടായിരുന്നു സഭയിൽ. കുനിഞ്ഞു നോക്കിയപ്പോൾ മോട്ടറില്ല. മോട്ടർ വെച്ച മൂപ്പില അതെടുത്തോണ്ട് നടന്ന കാര്യം എവിടാന്ന് ഞാൻ മൈക്ക് കൂടെ പറയുന്നില്ല, യോഗം കഴിഞ്ഞ് പറയാം. മോട്ടർ വെച്ച് കൊടുത്തോണ്ടൊന്നും സ്വർഗത്തിൽ പോവുകയല്ല. പെന്തിക്കോസ് കോളിന് സ്ഥലം കൊടുത്തുകൊണ്ടും സ്വർഗത്തിൽ പോവുകയല്ല. അപ്പൻ പാസ്റ്റർ ആയതുകൊണ്ടോ വല്യപ്പൻ സെൻട്രൽ പാസ്റ്റർ ആയതുകൊണ്ടോ എലന്തൂരിലെ മെയിൻ കുടുംബം ആയതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോവുകയല്ല. തോമാശ്ലീഹയുടെ പാരമ്പര്യം പറഞ്ഞാലൊന്നും സ്വർഗത്തിൽ പോവുകയല്ല. സ്തോത്രം. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ക്രൈസ്തവ പാരമ്പര്യം പറഞ്ഞതുകൊണ്ടോ പാരമ്പര്യ കുടുംബത്തിന്റെ മഹിമ പറഞ്ഞതുകൊണ്ടൊന്നും സ്വർഗം നല്ല കാര്യം. പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം യേശുക്രിസ്തു മാത്രം. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. പരിശുദ്ധ പരന്ത വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്ത. വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ മകത്വ പരാപരന്ത മനമേ, മകത്വ പരാപരന്ത. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. അപ്പൊ യേശുക്രിസ്തു മാത്രമേ രക്ഷകൻ. അപ്പൊ ശ്രദ്ധിക്കുക, ആ രക്ഷ എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കും ഈ രക്ഷ അത്യാവശ്യമാണ്. അതാണ് തീത്തോസ് 2:11 പറയുക, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. എല്ലാവരും രക്ഷിക്കപ്പെടണം. എല്ലാവരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം. ഇനി ആരൊക്കെയാ ഇത് കേൾക്കേണ്ടത്? അവിടെ കുറച്ച് പേരുണ്ട്, അവർ കേൾക്കട്ടെ. സുവിശേഷം പറയാൻ പോകുമ്പോഴേ നമ്മൾ എന്നാ സുവിശേഷം വേണ്ട, അവരെ കേൾപ്പിക്കും. ഉടനെ നമ്മൾ അങ്ങോട്ടേക്ക് വന്നു, എന്നാ സുവിശേഷം ഞങ്ങൾ അതൊക്കെ അറിയുന്നുണ്ട്, അവരെ പോയി കേൾപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ ആരും കേൾക്കാൻ താല്പര്യം ഇല്ല.
അപ്പോൾ ഇതാരാ കേൾക്കേണ്ടത്? 49:1 സങ്കീർത്തനം വായിച്ചു. അറിവുള്ള വാക്യമാ വായിച്ചു. 49:1 ഇതെല്ലാം നമുക്ക് അറിവുള്ളതാണല്ലോ. വായിച്ചു. സകല ജാതികളുമായുള്ളവരെ, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. ഇത് കേൾക്കണം. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊൽപ്പീൻ. എല്ലാവരും കേൾക്കണം. സകല ജാതികളും ഇത് കേൾക്കണം. ഈ ഭൂമിയിലെ പല ജാതികൾ മനുഷ്യനൊപ്പിച്ചതാ ഇതല്ല. അതെ, മനുഷ്യനൊപ്പിച്ചതാ. ദൈവം സൃഷ്ടിച്ചത് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. പുസ്തകത്തിൽ അങ്ങനെ, പക്ഷെ നമ്മളത് വിശ്വസിക്കുന്നില്ല. ഉണ്ടോ? പുസ്തകത്തിൽ അങ്ങനെ എഴുതിയേക്കുന്നത് ഒരുത്തനിൽ നിന്ന്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ എണ്ണവും ആരുടെയാ? നിങ്ങൾ എന്തേലും വാ തുറന്ന് പറ. വണ്ടിക്കൂലി മുടക്കി വന്നതല്ലേ? ഒരുത്തൻ്റെയാ. ഇരിക്കുന്ന മുഴുവൻ ഒരുത്തൻ്റെയാ. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. അതിനെ വിശ്വസിക്കാത്ത ഞങ്ങൾ സെപ്പറേറ്റ് ആണെന്നാ ചെല്ല് പറയുന്നത്. ഞങ്ങൾ അതാ പറഞ്ഞ പുസ്തകം ഇത് ചുമന്നുണ്ടിങ്ങനെ നെടുക നടക്കുന്നതേ ഉള്ളൂ. വിശ്വാസമൊന്നുമില്ല. ചെല്ല് ലോഡ് കണക്കിന് കൊണ്ടിറക്കി അങ്ങ് കൊടുക്കുന്നതേ ഉള്ളൂ. വലിയ വിശ്വാസമില്ല. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, എഴുന്നേറ്റ് അങ്ങ് പോയാൽ മതിയായിരുന്നു. അപ്പം ചിലരുടെ ചിന്ത, അയ്യോ പോകാനൊക്കെ അയാൾക്ക് ബോധമുള്ളവനല്ല, വല്ലതും വിളിച്ച് പറയും. അയാൾക്ക് കാശിന് വിവരമുള്ളവൻ അല്ല. അയാൾ വല്ലതും വിളിച്ച് പറഞ്ഞാൽ നാണക്കേട. ഇനിയിപ്പോൾ കേട്ടല്ലാതെ മുന്നിൽ വന്നിരിക്കുകയും ചെയ്തു. അല്ല, അങ്ങനെ ചിന്തിക്കും. മനുഷ്യനാണ് ഈ ജാതി സ്പർദ്ധയും ജാതിയെല്ലാം ഒപ്പിച്ചു വെച്ചത്. മാമ ഏതാണ്ട് പറഞ്ഞു കൊടുക്കുന്നു. എന്തോ പറഞ്ഞ് ശോഭിക്കുന്നില്ലെന്നായിരിക്കും. അതാ. ഓ, തങ്ങമ്മ ശോഭിക്കുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, മനുഷ്യനാണ് ഈ കുരുക്കെല്ലാം ഒപ്പിച്ചു വച്ചിരിക്കുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. അതുകൊണ്ട് ഒറ്റയൊരുവന്റെ സന്തതി പരമ്പരകളാ ഭൂമിയിൽ പാർക്കുന്ന സകല മനുഷ്യരും. അതുകൊണ്ട് സകല ജാതികളും ഇത് കേൾക്കണം. കറുത്തവനും വെളുത്തവനും നിറമുള്ളവനും നിറമില്ലാത്തവനും കുചേലനും കുബേരനും പണ്ഡിതനും പാമരനും എന്ന് വേണ്ട ജീവിതത്തിൻ്റെ ഓരോ വശങ്ങളിൽപ്പെട്ടവരും ജീവിതത്തിൻ്റെ ഓരോ തുറകളിൽപ്പെട്ട സകല ആൾക്കാരും ഈ സുവിശേഷം കേൾക്കണം. രക്ഷയുടെ സന്ദേശം ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ദൈവത്തിന് മഹത്വം. ആ സുവിശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് രാത്രിയിലും ഇവിടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർക്ക് അനുഗ്രഹമാണ്. സ്തോത്രം. ഇന്നലെ ഞാൻ എവിടെയോ തിരുവനന്തപുരത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു സക്കായിയെ പറ്റി. അവൻ യേശുവിനെ കൈകൊണ്ട് വീട്ടിൽ കൈകൊണ്ടത് സങ്കടത്തോടല്ല, സന്തോഷത്തോടെ. 9 വായിച്ചു. 19:6 വായിച്ചു. ലൂക്കോസ് 19:6. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. ഇന്ന് രാത്രി സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊള്ളണം. അങ്ങനെ കൈക്കൊണ്ടത് കൊണ്ട് 9-ാം വാക്യത്തിൽ പറഞ്ഞു, ഇന്ന് ഈ വീടിന് രക്ഷയാന്ന് പറഞ്ഞു. നീ വീടിന് രക്ഷയാണ്. നീ സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടാൽ നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു എല്ലാവരിലും ഉന്നതനാണ്. അതെ, അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഈ എബ്രായ ലേഖനം ഈ എബ്രായ വിശ്വാസികൾക്ക് എഴുതിയ കാരണം ഇവർ സിംഹഭാഗം ആൾക്കാരും യഹൂദ മതം വിട്ട് ഈ നസ്രായ മാർഗത്തിലേക്ക് വന്നവരാ. യഹൂദനെ പറ്റി പഠിക്കുമ്പോൾ അറിയാം, ജാതികൾ ശ്രേഷ്ഠരാ, അവര് അല്പം മെച്ചപ്പെട്ടവരാ. അവരെ കണ്ടാൽ അറിയാം. അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്ന് ഈ ജാതി ഉടലെടുക്കുന്നത് വംശം. ഇവർക്ക് ധാരാളം വിശേഷതകളുണ്ട്. റോമാലേഖനം 9:3 ഒത്തിരി ഉണ്ട്. ഈ വാക്യം ഒന്ന് വായിച്ചു. അറിവുള്ള വാക്യമാണ്. 9:3. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട്
ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറിട്ട് ശാപക്രിസ്തുവാകുവാൻ ആഗ്രഹിക്കുമായിരിക്കുന്നു. അവരെ ഇസ്രായേല്യർ, അടുത്ത വാക്യം വായിച്ചു, പുത്രത്വവും തേജസ്സും അവര് ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്ക് വേണ്ടി മാത്രം ഉള്ളതാ. അപ്പൊ ഇവർക്ക് വിശേഷതകൾ ഒത്തിരി ഉണ്ട്. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന പിതാക്കന്മാരും അവർക്കുള്ളതാ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് അവരെ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന, നീട്ടി പ്രാർത്ഥിക്കും. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ നമ്മൾ അങ്ങനെ കയറി പിള്ളേരുടെ ഭാഷ പറഞ്ഞ് അങ്ങനെ കയറി കീച്ചരുത്. ചില അങ്ങനെ ഉണ്ട്, ഇളക്കം കയറി പറയും അബ്രഹാമിന്റെ. ചിലർ അങ്ങനെയില്ല, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ അങ്ങനെ പറഞ്ഞാൽ പല ആൾക്കാർ ഇവിടെ വരും. എന്തിനാ വിളിച്ചെന്ന് ചോദിക്കും. ഉദാഹരണം ഒന്ന് തരുന്നതേ ഉള്ളൂ, വേറെ ഒത്തിരി ഉണ്ട്. വെറുതെ എന്തിനാ തല്ലുകൊള്ളുന്നത്? ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമെന്ന് വിറപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ജോർജ് കുട്ടി എന്തിനാ വിളിച്ചെന്ന് ചോദിക്കും. കാരണം പിതാക്കന്മാരൊക്കെ അവിടെ വന്നു വെച്ച് പോയതാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവമെന്ന് പ്രാർത്ഥിച്ചോണം. നീ ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. റോമാലേഖനം 10:9 വെളിച്ചത്തിൽ കർത്താവിന് ഹൃദയം കൊടുത്ത് യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് രക്ഷാവാചകം ഏറ്റുപറഞ്ഞ് യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് നീയും ദൈവമായിട്ടാ ബന്ധം. ഇവിടെ യഹൂദന് ഒത്തിരി വിശേഷതകളുണ്ട്. പുത്രത്വവും ന്യായപ്രമാണവും വാഗ്ദത്തവും ആരാധന നിയമം എല്ലാം അവർക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള യഹൂദൻ ഈ യഹൂദ മതം വിട്ട് നസ്രായ മാർഗത്തിൽ വരിക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. തന്നെയല്ല, ജാതിയില് ഇവര് മെച്ചപ്പെട്ടവരാ. അതുകൊണ്ടാണല്ലോ ഇവരെ കണ്ടാലറിയാം. അതുകൊണ്ടാണ് വെള്ളം ചോദിച്ച ഉടനെ വെള്ളം തരാമെന്നോ ഇല്ലയോ എന്നല്ല ആദ്യം പറഞ്ഞത്. യഹൂദനായിരിക്കുന്ന നീയെ ശമരിയാക്കാരിയായ അപ്പം നിപ്പും നോട്ടവും സംസാരവും വസ്ത്രധാരണവും പ്രകൃതിയും കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി യഹൂദന. ഇപ്പം പെന്തിക്കോസുകാരെ കണ്ടാൽ എല്ലാവരും ഒന്നും പിടികിട്ടുകയല്ല. സൺഡേ വരുമ്പോൾ അറിയാം നമ്മുടെ ആളാണ്. മൺഡേ കണ്ട അറിയത്തില്ല. അങ്ങനെ ആയിപ്പോയി. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കാം. പൗലോസ് പറഞ്ഞല്ലേ ആ പാപികളിൽ അപ്പം ഞാൻ എന്നെ പ്രതിയാക്കാം. പാസ്റ്റർമാരെ കണ്ടാലും ഇപ്പം അറിയത്തില്ല. സൺഡേ നിൽക്കുമ്പോൾ ഞങ്ങളെ അറിയാം, പക്ഷെ വെനസ്ഡേ നോക്കിയാൽ അറിയത്തില്ല. ഗുണ്ട നിൽക്കുമ്പോഴാണ് നിൽക്കുന്നത്, അറിയത്തില്ല. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ഇപ്പം പിടി കിട്ടുന്നില്ല എല്ലാവരെയും. തന്നെയല്ല ഇപ്പം ബെന്തിക്കോസ് തന്നെ ഏതാണ്ട് പല ടൈപ്പ് ഉള്ളത് കൊണ്ട് ഇതേതൊക്കെയാണ് അതും പിടി കിട്ടുന്നില്ല. എന്നാൽ ഒരു യഹൂദനെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. നമ്മുടെ ആൾക്കാർ ചില രാജ്യത്ത് പോയാൽ ഒട്ടും പിടികിട്ടുകയില്ല. പിടികിട്ടത്തില്ല. ഇല്ല, എല്ലാവരുടെയും കാര്യമല്ല, ചിലര്. അതേസമയം ഞാൻ പറയാറുണ്ട്, നിങ്ങൾ യോജിക്കത്തില്ല. പഞ്ചാബികൾ ഏത് രാജ്യത്ത് പോയാലും അവരെ കണ്ടാൽ അറിയാം. എന്നാണ് നിങ്ങൾക്ക് പിടികിട്ടി കാണും. അമേരിക്ക ചെന്നാലും നമുക്കറിയാം പഞ്ചാബിയാണ്. വിമാനത്തെ ഇരിക്കുമ്പോഴും അറിയാം ഇവിടെ പഞ്ചാബിയാണ്. നമ്മുടെ ആൾക്കാർ കണ്ട ഒട്ട് ഇല്ല, അറിയത്തില്ല. വിവാദം ഉണ്ടാക്കാനൊന്നും പറയല്ല. മുസ്ലിം സഹോദരിമാർ ഏത് രാജ്യത്ത് എന്ന് കണ്ടാലും അവരെ അറിയാം. മൊത്തം വിവാദം. അതുകൊണ്ട് ഒരു വിവാദവും കൂടെ അങ്ങ് പറഞ്ഞേക്കാം. ഒരു വീട്ടിലിരിക്കുമ്പം നേരത്തെ ശുശ്രൂഷയ്ക്ക് ചെന്നു. ചെല്ലാൻ കാര്യം എന്നെ ഒരാൾ വിട്ടേച്ചങ്ങ് പോയി. അപ്പം പിന്നെ നേരത്തെ ചെന്നു. അപ്പം ചായ കൊണ്ട് തന്നു, കുടിച്ചു. സ്ഥലവും വീടും ഒന്നും ഞാൻ പറയത്തില്ല. ഇരുന്നു. അപ്പം പെട്ടെന്ന് ഫോട്ടോ കൊണ്ട് തന്ന് കണ്ടുകൊണ്ടിരിക്കാൻ. യോഗം തുടങ്ങാൻ ഇച്ചിരി സമയം എടുക്കാം. അപ്പുറത്തെ മുറിയില്ല യോഗ, അവിടെ ഹാളുണ്ട്. സിറ്റ് റൂമിൽ ഇരിക്കുക. ചായ തന്നു, ഫോട്ടോ എന്നൊക്കെ ആൽബം ഉണ്ട്. അപ്പം ഞാൻ മറച്ച് കണ്ടപ്പം പലരെയും പരിചയമുണ്ട് കണ്ടു. ഞാൻ ചോദിച്ചു, ഇത് അവരെ ചോദിച്ചപ്പോൾ ഈ സിസ്റ്റർ ഏതാന്ന് ചോദിച്ചു. എന്നെ നോക്കി ചിരിച്ചു. ഞാൻ ചോദിച്ചാൽ സിസ്റ്റർ ഏതാ? കണ്ട നല്ല പരിചയമുണ്ട്. നമ്മുടെ അമ്മച്ചിയാന്ന്. നമ്മുടെ അമ്മച്ചി. ഇനി ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പം അമ്മച്ചി തള്ളയാണ്. 10-80 ഉണ്ട്. ഇവിടെ നല്ല അടുക്കടുക്കായിട്ട് കച്ചമുറിയൊക്കെ ഇട്ട് നേരിയതുമൊക്കെ ഇട്ട് കൊടുത്ത അമ്മ അവിടെ ചെന്ന് മുട്ടറ്റുള്ളൊരു മെടിയും ഒരു ബനിയനും ഒരു തൊപ്പിയും വെച്ച് തള്ള നിൽക്കുക. അപ്പം എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു സിസ്റ്റർ ഏതാന്ന്. നമ്മുടെ അമ്മച്ചിയാണ്. അപ്പം ഇപ്പുറം വിളിച്ചപ്പം പഴയ ഫോട്ടോയും കണ്ടു. ആട്ടോ. അല്ല, ചിലരെ എല്ലാവരുടെയും കാര്യം അത് ധരിച്ചത് തെറ്റാണെന്നോ ശരിയാണെന്നോ നല്ല വാദം ചിലരെ പിടികിട്ടുന്നില്ല.
സ്തോത്രം, പിടികിട്ടുന്നില്ല. എന്നാൽ യഹൂദനെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. അവന്റെ ജീവിതം, ജീവിതചര്യ, പ്രകൃതം എല്ലാം വ്യത്യസ്തമാണ്. എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ടാണല്ലോ 3:8 വായിച്ചോ. എസ്തേർ 3:8 നമുക്കറിവുള്ള വാക്യമാണ്. സംഖ്യാപുസ്തകം 23:9 കൂടെ വായിച്ചോ. ചേർത്ത് വായിക്കുന്ന നല്ലതാ. ആദ്യം സംഖ്യ 23:9 വായിച്ചു. സംഖ്യ 23:9. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു. ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. അടുത്തത് ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. ഇതാ തനിച്ചു പാർക്കുന്ന ജനം. സെപ്പറേറ്റാ. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതും അവരെ കണ്ടാൽ അറിയാം. എണ്ണപ്പെടുന്നില്ല. 3:8 എസ്തേർ അറിവുള്ളതാ. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് ചെന്ന അഹശ്വേരോശ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ, അപ്പൊ നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികൾ പലരുണ്ട്. ആ ജാതികളുടെ ഇടയിൽ ഒരു ജാതി വേറൊരു ജാതി. എങ്ങനുണ്ട്? നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ വേറൊരു ജാതി. ഏതാ? ഒരു പാട്ടിന്റെ വരി അങ്ങ് പാടിക്കോ. ഇതുപോലൊരു അതാ ഇതുപോലൊരു ഒരു ജാതി. ഒന്നുകൂടെ വായിച്ചു. ജാതികളുടെ ഇടയിൽ, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി, വേറൊരു ജാതി ചിന്നിച്ചതറി. ഒത്തിരി ഇല്ല കേട്ടോ, ചിന്നിച്ചതറി കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുക. സെപ്പറേറ്റാ. ഇത് തന്നെ ആ പെന്തിക്കോസും. ആരോട് പറയാനാ? ഇപ്പം സഭകളിലാണെങ്കിലും വേർപാട് ഉപദേശം ഒന്നും പറയാനൊക്കത്തില്ല. ട്രാൻസ്ഫർ വരും. ഒന്ന് കണ്ണൂരോട്ടയക്കും, അല്ലെ അങ്ങ് കാസർഗോഡ്. ബേഡെടുക്കാം, ബന്തെടുക്കാം, ബദിയെടുക്കാം. ഒന്നും ഞാൻ പറയുന്നില്ല. ആട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാതാ നല്ലത്. ദൈവത്തിന് മഹത്വം. ഇത് സെപ്പറേറ്റാ. അപ്പൊ യഹൂദനെ കണ്ടാൽ ഉടനെ അറിയാം. അതുകൊണ്ട് അവൾ ചോദിച്ചത്, യഹൂദനായിരിക്കുന്ന നീ ശമരിയാക്കാരിയായ എന്നോട്. എനിക്ക് ആ ഭാഗമൊക്കെ സംസാരിക്കുന്ന ഇഷ്ടമാ. കർത്താവ് പറഞ്ഞു, നീ വെള്ളം താ. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചു. നിന്ന് ചോദിക്കുന്നവൻ ജീവജലത്തിന്റെ ഉറവാണ്. അതാ നിന്ന് ചോദിക്കുന്നവൻ. ഇവിടെ ആളറിയാതാ സംസാരിക്കുന്നത്. നമ്മളും അങ്ങനെ ഉണ്ടല്ലോ, ആളറിയാതെ സംസാരിക്കും. ആളറിയാതെ കയറി പറഞ്ഞു. ഉടനെ അവള് രണ്ടുപേരോട് സംസാരിച്ചപ്പം കർത്താവ് പറഞ്ഞു, ഇവള് പാരമ്പര്യമൊക്കെ പറഞ്ഞു. ഇത് യാക്കോബ് കുഴിച്ച കിണറാന്ന് പറഞ്ഞു. യാക്കോബിൻ്റെ പാരമ്പര്യം ഞങ്ങൾ ആരാണെന്ന് അറിയാമോ? യാക്കോബ് ഞങ്ങൾക്ക് വേണ്ടി. ഇവളാരാ? എങ്ങനെ ചരിത്രമൊന്നും പറയണ്ട. അശൂർക്കാർ വന്ന് 10-15 എണ്ണത്തിന് ഇവിടെ കൊണ്ടാക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ച് പിന്നെ ജനിച്ചത് സങ്കരജനം. അങ്ങനെ ജനിച്ചത് അവളാ. ഇപ്പം പാരമ്പര്യം, ഈ കണ്ടമാനം പാരമ്പര്യം പറയുമ്പോൾ ഓർത്തോണം, കുഴപ്പടിയാ. വലിയ പിള്ളേരുടെ ഭാഷയാ. വലിയ കീച്ചുമ്പോൾ ഓർത്തോണം, പരുവക്കേടാ. ഇവള് പറഞ്ഞ ഇത് യാക്കോബ് കുടിച്ച കിണറാ. കർത്താവ് പറഞ്ഞു, നീ ആളറിയാതാ സംസാരിക്കുന്നത്. എഴുതിയിട്ടില്ലെങ്കിലും നീ യാക്കോബിൻ്റെ കാര്യമല്ലേ പറഞ്ഞേ? ഞാൻ യാക്കോബിൻ്റെ വല്യപ്പൻ എൻ്റെ ഒരു ദിവസം കാണാൻ കാത്തിരുന്നതാണ്. യാക്കോബിൻ്റെ അപ്പൻ, ഇസഹാക്കിൻ്റെ അപ്പൻ അബ്രഹാം എൻ്റെ ഒരു ദിവസം. ഉടനെ അവൾ പറഞ്ഞു, നിനക്ക് 50 വയസ്സായില്ലല്ലോ. അപ്പം എൻ്റെ എന്താ, അവൾ നോട്ടത്തിലെ മനസ്സിലായി 50 കാണും. നമ്മളെ ഇപ്പം കണ്ട അതും അറിയത്തില്ല. 80 30 80 കഴിഞ്ഞ് 10 കൊച്ചുമക്കളും ഉണ്ട്. എന്നാലും എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ.
അവർക്ക് കണ്ടോടനെ മനസ്സിലായി. നിങ്ങൾക്ക് 50 ആയില്ലല്ലോ ഇതുവരെ. നമ്മളോടങ്ങനെ വല്ലവരും പറയുമോ? എത്രയായി? എത്രയുണ്ട്? എത്രയുണ്ട്? കണ്ടിട്ട് എന്തോ തോന്നുന്നു. അപ്പം നമ്മൾ കുറച്ച് പറയുമ്പോൾ ഒരു മനസ്സിന് കുളിർമയാണ്. 35. ഓ, ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. പാരമ്പര്യം ഒത്തിരി ഉണ്ട്. അപ്പോൾ അവള് പറഞ്ഞു, പിന്നെ ഒത്തിരി ആഴമുള്ള കിണറാന്ന് പറഞ്ഞു. ഒത്തിരി ആഴമുണ്ട്. നമ്മൾ സുവിശേഷമൊക്കെ പറയാൻ ചെല്ലുമ്പോൾ ചിലർ ആഴത്തെ പറ്റി പറയുമല്ലോ. നിങ്ങൾ ഈ സഭ തുടങ്ങിയിട്ട് എത്ര നാളായി? ഞങ്ങൾ 40 ആയോ? എത്രയാച്ചാ? വലിയ ആഴമില്ല, 12. അന്നേരം ചെല്ലി പറയും, ഞങ്ങൾ ഭയങ്കര ആഴമാണ്, 52 തുടങ്ങിയതാണ്. നമ്മൾ ചിലടത്ത് ചെല്ലുമ്പോൾ സുവിശേഷം പറയും, നിങ്ങൾക്ക് എത്ര പേരുണ്ട്? എല്ലാം കൂടെ നുള്ളി പെറുക്കിയ 10-20 കുടുംബം. അയ്യോ, ഞങ്ങൾക്ക് ഇടവകയിൽ 900 ചില്ലുവാനമുണ്ട്, നല്ല ആഴമാണ്. നിങ്ങളുടേതിൻ്റെ ആരാ തുടക്കക്കാരൻ? അതൊരു കുഞ്ഞു സഹോദരൻ. ഓ, ആഴമൊന്നുമില്ല. ഞങ്ങളുടേത് ഡോക്ടർ റോവൻ സോയാൻസോ, നല്ല ആഴമാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ചുമ്മാ വീരസ്യം പറയാം, ആഴമുണ്ടെന്ന്. കർത്താവ് അവിടെ എഴുതിയിട്ടില്ലെങ്കിലും എൻ്റെ ഭാഷ പറയാ. കർത്താവ് പറഞ്ഞു, എടി കൊച്ചേ, ആഴത്തിലൊന്നും വലിയ കഥയില്ല. ആഴത്തിലൊന്നും. 2 കാര്യം പറഞ്ഞേച്ചാൽ ആ ഭാഗം വിട്ടേക്കാം. അവിടെ ഒന്ന് പ്രകാശിച്ചത് കൊണ്ടൊന്ന് ഓടിപ്പിച്ചെന്നേ ഉള്ളൂ. ആഴത്തിലൊന്നും വലിയ കഥയില്ല. എൻ്റെ കാര്യം പറയാം. ഭയങ്കര ആഴമാണ്, വെള്ളമുണ്ട്. പക്ഷേ ഇത് കുടിക്കും തോറും പിന്നെ ദാഹിക്കും. ഇത് കുടിക്കുന്നവനെല്ലാം ഇതുവരെ ദാഹം തീർന്നില്ലല്ലോ. ഓരോ വർഷവും പോകല്ലേ, ദാഹം തീർന്നോ? നടന്നു പോകുന്നു, നടക്കാതെ പോകുന്നു, ഉരുണ്ട് പോകുന്നു, നിരങ്ങി പോകുന്നു, അല്ലേ? ദാഹം തീരുന്നില്ല. ചില സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ദാഹം തീരുന്നുണ്ടോ? ഇല്ല. വ്യക്തിപരമായിട്ട് വിളിച്ച് ചോദിച്ചേ, സമാധാനമുണ്ടോ? ഓ, ഒന്നും പറയണ്ട, ദാഹം തീരുകയല്ല. എന്നാൽ ആ കിണറ്റിങ്കര നിൽക്കുന്നവൻ ജീവജലത്തിൻ്റെ ഉറവിടമാണ്. 2, ഇത് ഈ ആഴത്തിൽ വലിയ കാര്യമില്ലെന്ന് പറയാൻ രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ വരുന്നവനും കൈ വല്ലതും ഒക്കെ കൊണ്ടുവരണം. അതിലെ അവൾ പറഞ്ഞത്, കൈ പാത്രമൊന്നുമില്ലല്ലോ എന്ന്. കയ്യിൽ, അപ്പം ഇവിടെ വരുന്നവർ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം. യേശുവിൻ്റെ അടുക്ക വന്നാൽ കയ്യിലൊന്നും വേണ്ട. അങ്ങ് പറയണം, എൻ്റെ കയ്യിലൊന്നുമില്ല. മതങ്ങള് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇന്നതെല്ലാം കൊണ്ടുവരാൻ. സകല മതവും വരുമ്പോഴേ, അങ്ങോട്ട് ചെല്ലുമ്പോഴേ ലിസ്റ്റുണ്ട്. തെറ്റിയാൽ ഫലപ്രാപ്തിയില്ല. അതിന് കഴിവിൻ്റെ പരമാവധി കടം മേടിച്ചാന്നേലും ലോൺ എടുത്താന്നേലും സാധനങ്ങളല്ല. പിന്നെ എന്ത് ബന്ധപ്പെട്ട കയ്യിൽ എന്തൊക്കെയുമായിട്ടാ ചെല്ലുന്നത്. എന്നാൽ യേശുവിൻ്റെ അടുക്ക വന്നാൽ നിന്റെ കയ്യിലൊന്നും വേണ്ട, ഒരു ലിസ്റ്റും തന്നിട്ടില്ല. നീ ഇനി വെറും കയ്യോടെ വന്നാൽ മതി. നിന്നെ സ്നേഹിക്കുന്ന, സ്വീകരിക്കുന്നൊരു നല്ല കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി. പറയണം, കർത്താവേ, എൻ്റെ കയ്യിൽ എനിക്ക് തരാൻ ഒന്നുമില്ല, വസ്തുവില്ല, വീടില്ല, കാശില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം, എന്നെ ഇന്നങ്ങ് തരിക. ഇന്ന് രാത്രി ആര് കർത്താവിൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കും, അവരെ ഇന്ന് രാത്രി യേശു അനുഗ്രഹിക്കും. യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എന്തോ നല്ലൊരു സാജി യേശു, പാപ ദുഃഖം
യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. ഇന്ന് രാത്രി ഏൽപ്പിച്ചു പറയണം, കർത്താവേ എന്റെ കയ്യിൽ തരാൻ ഒന്നുമില്ല, ഭൗതികമായിട്ടൊന്നുമില്ല, പക്ഷെ ഇന്ന് രാത്രി എന്നെ നിന്റെ കരങ്ങളിലോട്ട് തരിക. ഈ രാത്രി സമർപ്പിക്ക്, ഈ രാത്രി യേശുവിന്റെ കരങ്ങളിൽ കൊടുക്ക്. നിന്നെ നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്ന, രക്ഷിക്കുന്ന, ആദരിക്കുന്ന, മാനിക്കുന്ന ഒരു നല്ല കർത്താവ് ഈ രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടുവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള മാനമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിരി പിടിച്ച് നിലവിളക്കയുടെ നടുവിൽ നിലയങ്ക് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുവാനും വിടുവിക്കുവാനും നിന്റെ വിഷയത്തിന് പരിഹാരം തന്ന് അവൻ നിനക്ക് നീക്കുപോക്ക് നൽകുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് സമയം ഞാൻ ഭയപ്പെടുന്നു. അച്ചായനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോൾ നിർത്തണം, 9:30 ആ കണക്ക്, 10 ആയാലും കുഴപ്പമില്ല, 10-നകം ആശീർവാദം പറയണം. ഇവിടെ വന്നപ്പോൾ സ്റ്റാൻലി പാസ്റ്റർ പറഞ്ഞു 9:30. അപ്പം രണ്ടുപേരും ഉടക്കൊണ്ടാതിരിക്കാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനങ്ങ് നിർത്തും. അല്ലെ പിന്നെ അച്ചായൻ ചോദിക്കും 10 അല്ലയോ പറഞ്ഞേ. സ്റ്റാൻലി പാസ്റ്റർ പറയും 9:30 അല്ലേ ഞാൻ പറഞ്ഞേ. പിന്നെ അവർ തമ്മിൽ യോഗം കഴിയുമ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസവും വേണ്ട. അപ്പം നമ്മുടെ ശുശ്രൂഷ നിരപ്പിൻ്റെ ശുശ്രൂഷയാമല്ലോ. അപ്പം അതുകൊണ്ട് നിരപ്പങ്ങ് നടക്കട്ടെ. രണ്ടുപേരുടെയും സമയം പാലിച്ച് ഇതിനകം നിർത്തും. ദൈവത്തിന് മഹത്വം. കുഴപ്പമില്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. സ്തോത്രം. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠൻ എന്ന് അങ്ങോട്ട് തെളിയിക്കുക. നിങ്ങൾക്കറിയാം, 10-13 അധ്യായമുണ്ട്. ഓരോ അധ്യായത്തിലും യേശുവിന്റെ മഹിമ, യേശുവിന്റെ ശ്രേഷ്ഠത, യേശുക്രിസ്തുവിന്റെ വൈശിഷ്ട്യം, യേശുക്രിസ്തുവിന്റെ മഹിമ എബ്രായ ലേഖനക്കാരൻ പൗലോസ് തെളിയിക്കുക. അവിടുന്ന് ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശുക്രിസ്തു. യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിന്റെ 16 മുതൽ 4 യെശയ്യാ പ്രവചനം 14-12 ഒക്കെ പഠിക്കുമ്പോൾ ഈ ദൂതന്മാരെ, ദൈവദൂതന്മാരെ സൃഷ്ടിച്ച വിധം നമുക്കറിയാം. വൈഡൂര്യം, മാണിക്യം, നഗവർണീ, പുഷ്യരാഗം, ഗോമേരകം, വൽമരാഗം, സുഗന്ധ എന്ന് വേണ്ട. അവൻ രക്തങ്ങളാൽ നവരക്തങ്ങളെ അവിടെ പരാമർശിക്കുന്നു. നിന്നെ സൃഷ്ടിച്ചതാൽ നിന്റെ കൂടുകളുടെ തടങ്ങളുടെ പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം, സൗന്ദര്യ സമ്പൂർണ്ണര്, ജ്ഞാന സമ്പൂർണരാകുന്ന ദൈവദൂതന്മാർ. എന്നാൽ യേശുക്രിസ്തുവിന്റെ വിശേഷത ആ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് യേശുക്രിസ്തു. ഹല്ലേലൂയ. യേശുക്രിസ്തു ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തു അവൻ മോശയേക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തു അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തു മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തു ദൈവാലയത്തേക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തു മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തു സ്വർഗ്ഗത്തേക്കാൾ ശ്രേഷ്ഠൻ. ഇവിടെ ഇതാ യോനയിലും വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തേക്കാൾ വലിയവൻ, സ്വർഗ്ഗത്തേക്കാൾ വലിയവൻ, ഇന്ന് രാത്രി വലിയവനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. എലന്തൂരിലെ യോഗമാണ്. എലന്തൂരാണല്ലോ. ക്രൈസ്തവ ഗാന രചയിതാക്കളിൽ അഗ്രഗണ്യനായിരുന്നു ടി കെ ശോമേൽ സാറ്. എലന്തൂരുകാരാ. എലന്തൂര് അങ്ങനെ നല്ല കാര്യമുണ്ട്. ഒരു തള്ളയുണ്ടായിരുന്നു, അതിന് പോട്ടെ, അടുത്ത കാലത്ത് ആ തള്ളയുടെ വാങ്ങിനൊന്നും ചെന്ന് പെടരുത്. പേര് മറന്നു പോയല്ലോ. ലൈലയുടെ മുന്നിലും ചെന്ന് പെടരുത്, അവളെ കണ്ടിക്കും. പക്ഷെ എലന്തൂര് നല്ല സ്ഥലമാണ്. ക്രൈസ്തവ ലോകത്തിന് മറക്കാൻ പറ്റുകയല്ല, വിശേഷിച്ച് വേർപെട്ടത് സമൂഹത്തിന്. TKS എന്ത് നല്ല വരികളാണ്. മുഴുവൻ ക്രിസ്തു മാഹാത്മ്യമാണ്. നിങ്ങൾ ആ വരികളൊക്കെ അങ്ങോട്ട് ശ്രദ്ധിച്ചേ. മുഴുവൻ ക്രിസ്തു മാഹാത്മ്യമാണ്. അപ്പം TK ശാമുവേൽ സാറ് എഴുതിയ ഒരു വരി അറിയാവുന്ന എലന്തൂരുകാർക്ക് അറിയാമല്ലോ. എലന്തൂരല്ലേ? ചേർന്ന് പാടും. ഉന്നത ദൈവ നന്ദനുലകിൽ
വന്നിതു കന്യാജാതനായി ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാ നിസ്തുലം എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാ നിസ്തുലം ലേശം കാണുന്നില്ലേ മനുജനിലെന്നുറ ചെയ്തുതാൻ കലുഷതലേശം കാണുന്നില്ലേ മനുജനില നുറ ചെയ്തുതാൻ മരണമതിൻ വിധിയെഴുതിയ ദിവനെ പ്രതിമാത്രം പുവി അത്ഭുതം മരണമതിൻ വിധിയെഴുതിയ ദിവനെ പ്രതിമാത്രം പുവി കുരുടർ കണ്ടു തിരുടർ വിരണ്ടു ശാന്തത പൂണ്ടു സാഗരം കുരുടർ കണ്ടു തിരുടർ വിരണ്ടു ശാന്തത പൂണ്ടു സാഗരം തെല്ലിര കൊണ്ടും ബഹുജനവുണ്ടും മൃദുരുയർ പൂണ്ടും ക്രിസ്തനാൽ തെല്ലിര കൊണ്ടും ബഹുജനവുണ്ടും മൃദുരുയർ പൂണ്ടും ക്രിസ്തനാൽ എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാ നിസ്തുലം എന്തോരത്ഭുത പുരുഷൻ ഇത്ര മകാനായുത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ ഇത്ര മകാനായുത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ എന്തോരത്ഭുത പുരുഷൻ ഓ എന്തോരത്ഭുത പുരുഷൻ കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്ക ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ള മഹത്വമുള്ള അവൻ വേറൊരുത്തൻ ഉണ്ടായിട്ടില്ല ഉണ്ടാകത്തുമില്ല ഇനി വരുത്തുമില്ല യേശുക്രിസ്തുവിനോട് തുല്യപ്പെടുത്താൻ വേറെ ആരുമില്ല ഇപ്പൊ ചിലയിടങ്ങളിൽ യേശുവിന്റെ ഫോട്ടോയൊക്കെ വെച്ച് യേശു പുള്ളി അത് തലകുലുക്കി സമ്മതിക്കുന്ന നമ്മുടെ ആൾക്കാരും ചിലര് നാട് പറയുമ്പോ തിരുത്തി കൊടുക്കണ്ടേ അവനൊപ്പം പറയാൻ ഒരാളുമില്ല അവനെ പോലെ ആരാധ്യനും ആരുമില്ല എല്ലാവരിലും ഉന്നതനായി കർത്താവിൻ്റെ ഈ വൈശിഷ്ട്യങ്ങള് നിങ്ങൾക്കറിയാം ഇതൊന്നും നിങ്ങളെ പഠിപ്പിക്കേണ്ട നിങ്ങളെല്ലാം പഠിച്ചിരിക്കുക ഇപ്പം നിങ്ങളിരിക്കുന്നത് ഞാൻ പറയുന്ന നോക്കുന്നുണ്ടോ നോക്കിയിരിക്കുക തെറ്റുന്നുണ്ടോ ഓക്കുന്നുണ്ടോ പോയിന്റ് വല്ലതും എനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം നിങ്ങളുടെ അത്രയും പോയിന്റ് പറയത്തില്ല യേശുക്രിസ്തുവിനോട് തുലനപ്പെടുത്താൻ വേറെ ആരുമില്ല മാരാമണിലൊക്കെ കുട്ടിപ്പന്തലുണ്ട് അത് കുട്ടിപ്പന്തല നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചു അത് കുട്ടിപ്പന്തല അവിടെ ഇരിക്കട്ടെ അതിനെ അങ്ങ് കൊണ്ടുപോകാൻ മോനെ കുട്ടിപ്പന്തലിൽ കൊണ്ടുപോകും ഇവിടോട്ട് അവിടെ മോനും കുട്ടിയാണോ അപ്പൊ ശ്രദ്ധിക്കുക യേശുക്രിസ്തുവിനോട് തുലനപ്പെടുത്താൻ ഒരുത്തർ എന്തൊക്കെ കർത്താവിന്റെ ശ്രേഷ്ഠത മർക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ അവിടുന്ന് ദാസനായിട്ട് വന്നയാളാണ് ദാസന ശുശ്രൂഷ ചെയ്യാൻ വന്നയാളാ അങ്ങനല്ലേ 10:45 അറിവുള്ള വാക്യമാണ് അവിടുത്തെ മഹിമയെ 10:45 മർക്കോസ് വായിച്ചു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല എന്ന് പറഞ്ഞ യജമാനനായിട്ട് ഓഫീസറായിട്ട് മാനേജറായിട്ട് വന്നതല്ല
നമ്മളെല്ലാം മാനേജർമാരാ. സ്തുതിച്ചാട്ടെ. നമ്മൾ സ്തുതിക്കുകയല്ല, മാനേജരാ. ഒരിക്കൽ കൂടെ. മനസ്സിലാകുന്നില്ല? മനുഷ്യപുത്രൻ അങ്ങനെ വന്നതല്ല. ഒന്നുകൂടെ വായിച്ചു. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും. ശുശ്രൂഷ ചെയ്യാൻ വന്നയാളാ, ചെയ്യിപ്പിക്കുന്ന ജോലിയല്ല, ചെയ്യാൻ വന്ന. അതാ ദാസൻ. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പിക്കാനല്ല, പിന്നെയോ ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ദാസരൂപം അവിടുത്തെ യേശു. അതാ മർക്കോസ്. അവിടെ പറയാം. അപ്പോൾ യേശു ക്രിസ്തു ദാസരൂപം എടുത്ത മഹത് വ്യക്തിയാണ്. അവിടുന്ന് ശുശ്രൂഷ ചെയ്യാൻ വന്നയാളാ, ചെയ്യിപ്പിക്കാൻ വന്നയാളല്ല. കർത്താവിന് മഹത്വം. ഞാനും നിങ്ങളും എല്ലാം ചെയ്യിപ്പിക്കുക അല്ലേ? അതെ, ചെയ്യിപ്പിക്കാം. രണ്ടുപേര് തമ്പിയുടെ ഹൃദയം എടുത്തുകൊണ്ട് പോയാട്ടെ. എതിലെയാ പോകുന്നത്? ഞങ്ങൾ എലന്തൂര് കൂടി പ്രക്കാനം കൂടി അവിടെ കുരിശിൻ്റെ അവിടെ ചെന്ന് കയറും. എപ്പം വരും? 1:30 ആകുമ്പോൾ 2-ന് വന്നാൽ മതി. എത്ര വീട്ടിൽ കയറി എത്ര പേരോട് പറഞ്ഞ് ലിസ്റ്റ് കൂടെ കൊണ്ടുവരണം. പറഞ്ഞ പുള്ളി എനിക്ക് വരാനൊക്കത്തില്ല. നമ്മളെല്ലാവരും ചെയ്യിപ്പിക്കുക, അതും വേണം. യേശു അങ്ങനല്ല. നിങ്ങൾ ആ സുവിശേഷം ഭാഗം പഠിച്ചാൽ അറിയാം. കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷവും മത്തായിയൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ആ ഭാഗം ഒരിക്കൽ ശതാധിപനൊക്കെ വന്നു, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി. അങ്ങനെ ഇപ്പോൾ ഒരു പാട്ടുണ്ടല്ലോ, ഒരു വാക്ക് മതി. അങ്ങനെ ഒരു പാട്ടില്ലേ മോനെ? എങ്ങനെയാ അത്? പിന്നെ അറിയത്തില്ലേ പാട്ട്? ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി. അല്ല, വേണമെങ്കിൽ ഒരു വാക്ക് മതി. പക്ഷെ അവിടുത്തെ ദാസരൂപം അവിടുത്തത് കൊണ്ട് പത്രോസിന്റെ അമ്മായിമ്മ പനി പിടിച്ച് കിടക്കുക. വേണേ ഒരു വാക്ക് പറഞ്ഞാൽ മതി. അല്ല, ദാസനായതുകൊണ്ട് ചെന്ന് അവിടെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. വേണേ അവിടെ ഇരുന്ന് ആ പീറ്ററിന്റെ അമ്മ സൗഖ്യമാട്ടെ, റൈറ്റ് നൗ തള്ളയാടി പോവുകയും ചെയ്യും. അല്ല, അങ്ങനെ പറഞ്ഞാൽ പോരെ? മതി. പക്ഷെ അവിടുന്ന് ദാസരൂപം എടുത്തതിന്റെ ശ്രേഷ്ഠതയാ. ചെന്നു, ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, അമ്മ പനിച്ചു കിടക്കുക. എന്നാ പോയേക്കാം. ചെന്നു കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ദാസരൂപം. സ്തോത്രം. 3 ദിവസം മുഴുവൻ അവിടുത്തെ മനസ്സേ 3 ദിവസം മുഴുവൻ വചനം കേൾക്കുക. ശിഷ്യന്മാർ പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു വിട്ടു. ഇനി ഇരുത്തുന്നത് നമുക്കൂടെ പെട്ടെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, എനിക്ക് അവരോട് മനസ്സലിവ് തോന്നുന്നത്, അലിവ് തോന്നുന്നു. അതാ യേശു. അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും അലിവില്ലായിരുന്നു. അന്ത്രയോസിന്റെ മോന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും വന്ന ചരിത്രം പറഞ്ഞത്. ചെറുക്കൻ 5 അപ്പവും. അന്ത്രയോസിന്റെ മോനായിരുന്നെന്നാ വേറെ ശാസ്ത്രികൾ പറയുന്നത്. അല്ലേ പുള്ളി സൂട്ടൻ ചെന്ന് 25,000 എഴുന്നേറ്റ് കൊച്ചടം ചെന്ന് വീട്ടിൽ നിന്ന് പോന്നപ്പോളേ യവത്തപ്പമായിരുന്നെന്ന. യവത്തപ്പം. ആയിരക്കണക്കിന് കൊച്ചുങ്ങളും സഹോദരിമാരും പിള്ളേരിക്കുമ്പോൾ സൂട്ടൻ ചെറുക്കൻ എടുക്ക ചെന്ന് അപ്പം മേടിക്കണേ പുള്ളിക്ക് തിട്ടം ഉണ്ടായിട്ടല്ലേ. അന്ത്രയോസിന്റെ മോനായിരുന്നെന്ന. അന്ത്രയോസാന്നല്ലോ ഇത് പറഞ്ഞത്. ഇവിടെ ഒരു ബാലകന്റെ കയ്യിൽ അങ്ങനല്ലേ? ഇവിടെ ഒരു പുള്ളിയുടെ ചെറുക്കനാ വീട്ടിൽ നിന്ന് വന്നപ്പോൾ 5 അപ്പവും 2 മീനും കൊടുത്ത പുള്ളിക്കും അറിയാം. അല്ല, അറിയണം, പുള്ളി അറിയണം കേട്ടോ. കൊച്ചൻ്റെ വല്ലതും ഒക്കെ കൊടുക്കുന്നതേ. അല്ല, നീ ബാങ്കിൽ ചെന്ന പൈസ പപ്പ അറിയരുത് കേട്ടോ. പുള്ളി ഇങ്ങനെ കട്ടൻ കാപ്പ് കുടിച്ച് തന്നെ ഇങ്ങനെ കാലും പറപ്പിച്ചിരിക്കുക. മനസ്സിലാകുന്നില്ല. അമ്മയും മോനുമായ ഇടപാട് പുള്ളി അറിയണം. മനസ്സിലാകുന്നില്ലല്ലേ? അവനോട് പറയാം, പപ്പ ഒരു കാരണവശാലും
പിന്നെ അവൻ മമ്മി പറയാതിരുന്നാ മതി. അന്ത്രയോസ് അറിഞ്ഞു. അവന് ചെറുക്കന് യോഗത്തിനുണ്ട് 5 അപ്പവും. അതുകൊണ്ടാണ് ഇവർ വന്ന് പറഞ്ഞ് ഇനി ഇവരെ പറഞ്ഞു വിട്ടു. ഇല്ലില്ല, എനിക്ക് അവിടെ അലിവ് തോന്നുന്നു. ഇന്ന് രാത്രി നിന്നോട് അലിവ് തോന്നുന്ന യേശുവുണ്ട്. നിന്റെ വീട്ടിലുള്ള പലർക്കും നിന്നോട് അലിവില്ല, സഹോദരങ്ങൾക്ക് പലർക്കും നിന്നോട് അലിവില്ല, സ്നേഹിതർക്കും പലർക്കും നിന്നോട് അലിവില്ല. പക്ഷേ നിന്നോട് അലിവ് തോന്നുന്ന ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കേ. അലിവ് തോന്നുന്നവനാ, ദാസരൂപം എടുത്തവനാ. കർത്താവിന് ഒത്തിരി ക്വാളിറ്റി ഉണ്ട്, ഒത്തിരി ഉണ്ട്. അതൊന്നും പറയാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. ശുശ്രൂഷകളും അങ്ങനെ കേട്ടോ. എല്ലാം അടുക്കും ചിട്ടയാ യേശുവിൻ്റെ ശുശ്രൂഷ. ചുമ്മാ വാരി വലിച്ചൊന്നുമല്ല, അടുക്കും ചിട്ടയാ. വാഴ്ത്തി വെച്ച് പറഞ്ഞ് പന്തിക്കിരുത്താൻ പറഞ്ഞ് പന്തിക്കിരിക്കും. എല്ലാം ഓർഡറായിട്ടിരിക്കും. ചുമ്മാ കല്ലെടുത്തെറിഞ്ഞ പോലെ യോഗത്തിന് വന്നിരിക്കാതെ. നമ്മുടെ യോഗത്തിന് വന്ന മുന്നിൽ 2 എണ്ണം, പുറകിൽ 2 എണ്ണം, ഇടയ്ക്ക് പമ്മി 2 എണ്ണം, നടുക്ക് പേരിനൊരെണ്ണം, പിന്നെ ഒരെണ്ണം മുന്നിൽ കിടന്ന കസേര എടുത്തുകൊണ്ട് പുറകിലോട്ട് പോയിരുന്നു. ഓരോ ഓർഡറും ഇല്ല. മുന്നിൽ വന്നിരിക്കുന്നത് മിണ്ടുകയില്ല, മെറുങ്ങലിക്കല്ല, അതും തൂങ്ങിയിരിക്കുക, വെടികൊണ്ട വന്നിരിക്കും പോലെ. ഓർഡറില്ലല്ലോ. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ പഠിച്ച എല്ലാം ഓർഡറാ. പന്തിക്കിരുത്താൻ പറഞ്ഞു. 5 അപ്പം 2 മീനിന് കൊണ്ടുപോവാ. എടുത്തു സ്വർഗത്തേക്ക് നോക്കി ദൈവത്തെ വാഴ്ത്തി. വിളമ്പ് നീ ആ വിളമ്പ് വെച്ച് പറഞ്ഞു. ശേഷിച്ചത് ശേഖരിക്കാൻ പറഞ്ഞു. ശേഷിച്ചത് കല്യാണത്തിനൊക്കെ ആരാ ശേഖരിക്കുന്നത്? ചുമ്മാ വലിച്ചു വാരി ഇടുകയല്ല. അങ്ങ് വലിയ ഗാർഗിൽ യുദ്ധം പോലാ കഴിച്ചേച്ച് എഴുന്നേറ്റ്. ഇതിനൊക്കെ കണക്ക് കൊടുക്കണം. ഞാൻ എപ്പോഴും പറയും, 8 പേരിരിക്കുന്ന സീറ്റിൽ 4 പേരാണെങ്കിൽ ആ നടത്തുന്ന ആൾക്കാർ അവിടെ ആളിരിക്കാനില്ലെങ്കിൽ അതിൻ്റെ ബാക്കിയെടുത്ത് ശേഖരിച്ചു വെക്കണം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഭക്ഷണമില്ലാതെ ഭാരപ്പെടുക. ഇത് കളഞ്ഞാൽ ദൈവം ന്യായം വിധിക്കും. ഇല്ലേ? 8 പേരുടെ സീറ്റാ, 5 പേരായിരിക്കുന്നത്. 3 പാത്രവും അവർക്കുള്ളതുണ്ട്. അത് മുഴുവൻ അവസാനം പിന്നെ കേറ്ററിംഗുകാർ പിള്ളേരില്ലേ, അവർക്കും അവരും അങ്ങ് വശം കെട്ട് നിൽക്കുക. അവർ പിന്നെ മൊത്തം എടുത്ത്. കർത്താവിൽ നിന്ന് പഠിക്കേണ്ട ഒത്തിരി കാര്യമുണ്ട്. ചുമ്മാ ഉള്ളിച്ചാടി ഗ്ലോറി വിക്ടറി കാൽവറി നിന്നെയും കൊല്ലും ഞാനും ചാവുമെന്നും പറഞ്ഞ് ഓടിയാൽ പോരാ. അവിടുത്തെ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. പന്തിക്കെടുത്ത് പറഞ്ഞു ബാക്കി വന്നത് ശേഖരിക്ക്, അത് കൊട്ടയ്ക്കകത്താക്ക്, കൊണ്ടുപോകും. ഞാൻ ഞങ്ങളുടെ കൂട്ടായ്മയിലെ എല്ലാ സൺഡേയിലും വരുന്നവർക്കെല്ലാം ദൈവകൃപയിൽ ശരണപ്പെട്ടു. ഒത്തിരി ആളൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. എല്ലാ സൺഡേയിലും ഭക്ഷണം കൊടുക്കുമ്പോഴെല്ലാം ഞാൻ പറയും, ഒരു ചോറ് പോലും കളയരുത്. ഇവിടെ ഇരിക്കുന്ന പഴയ അമ്മമാരോട് ചോദിക്കുക, പണ്ട് 2 ചോറ് താഴെ പോയപ്പോൾ അതും എടുത്ത് പാത്രത്തിലിട്ട് കഴിച്ചവരുണ്ട് ഇല്ലേ? പറ. തള്ളയടിയിരിപ്പോൾ കണ്ടിട്ട് അങ്ങ് ബർഗർ മാത്രമാണ് തിന്നത്. പക്ഷേ ഞാൻ ജനിച്ചപ്പോൾ മുതൽ എൻ്റെ കയ്യിൽ നീ കട്ടങ്കപ്പയും ഉണക്കക്കുറിച്ചും ചുട്ടു തന്ന ചരിത്രം എന്നെ കൊണ്ട് പറയും. അത് വരുന്നുണ്ട്, ഞാൻ വരുന്നുണ്ട്, അവിടെ ഇരിക്കും, വരുന്നു. പൂർവ്വകാലം പറയുമ്പോൾ ഞാൻ പറയാം. യേശുവിന് ഒത്തിരി പഠിക്കാനുണ്ട്. സ്തോത്രം. വന്നിട്ടും വിന്മാനവരെ ബോബസിൻ കാലായിൽ തൻ വയലിൽ വേല ചെയ്യും തൻ ജനത്തിൻ കൂടെ. വന്നിട്ടും വിന്മാനവരെ ബോബസിൻ കാലായിൽ തൻ വയലിൽ വേല ചെയ്യും തൻ ജനത്തിൻ കൂടെ, തൻ ജനത്തിൻ കൂടെ. സ്വന്തദേശം വിട്ട് തൻ്റെ അമ്മയോടുകൂടെ ചേർന്ന രൂതു ഭാഗ്യവശാൽ ബോബസിൻ കാലായിൽ, ബോബസിൻ കാലായിൽ. സ്വന്തദേശം വിട്ട് തൻ്റെ അമ്മയോടുകൂടെ
എന്നതുപോൽ വന്നിടുമോ സ്നേഹിതരെ നിങ്ങളിൽ വാതിൽക്കൽ നിന്ന് മുട്ടിടുന്നു നാഥൻ. എൻ മകനെ, എൻ മകളെ, എൻ മകനെ, എൻ മകളെ, എൻ മകനെ, വാതിൽ നീ തുറന്നിടുമോ ഇന്ന്? നാഥനുപസിപ്പാൻ, നാഥനുപസിപ്പാൻ. യേശു ക്രിസ്തുവിന്റെ ഉള്ളത്തിൽ ഏറ്റെടുക്കുക. എല്ലാവരും ശ്രേഷ്ഠനാണ് ക്രിസ്തു. ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് മുൻപോട്ട് ഓടിച്ചു പോകുകയാ. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തുവിന്റെ മഹിമ, യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, യേശു ക്രിസ്തുവിന്റെ വിശേഷത ആമേൻ പൗലോസ് കൊണ്ട് തെളിയിക്കുക. അവിടുന്ന് ഓർപ്പിച്ചല്ലോ, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, മോശയേക്കാൾ ശ്രേഷ്ഠൻ, ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, യോശുവായേക്കാൾ ശ്രേഷ്ഠൻ, മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ. അതാണ് ഓരോ അധ്യായത്തിൽ. അങ്ങനെ തെളിയിച്ച് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം ഏറെ നല്ലത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ വളരെ നല്ല സ്ഥലത്താണ് നിങ്ങൾ വന്നു കയറിയിരിക്കുന്നത്. നിങ്ങൾ യെരൂശലേം പള്ളിയും പട്ടക്കാരെയും പുരോഹിത വൃന്ദങ്ങളെയും കൂറിന്റെ ക്രമത്തിൽ 24 കൂറ്, അബിയാക്കൂർ മുതൽ സെക്കറിയ കൂറ് വരെ കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങളെയും ഇവരെയൊക്കെ നടത്തുവാൻ മേലധ്യക്ഷനായി മഹാപുരോഹിതൻ, സ്ഥാനചിഹ്നവേക്ഷ വിഭൂഷിതനായി മഹാപുരോഹിതൻ നീളക്കുപ്പായോ നെലിയങ്കി മാർപ്പതക്കോ ഏവേദം തലക്കെട്ടും തലമുടി ഉള്ളങ്കി മേലങ്കി ഏറ്റതിന്റെ പരുവത്തിന് ഇറങ്ങി വരുന്ന ആരും കണ്ടാലൊന്നും മുത്തുന്ന മഹാപുരോഹിതനും ആമേ പള്ളിയും പട്ടക്കാരും അതിന്റെ പരിവാരങ്ങളും സ്ഥാപനജംഗമ വസ്തുക്കളും ജാതിയുടെ കുലീനതയും ഒക്കെ വിട്ടേ ചെല്ലിയോ നിങ്ങൾ ഇങ്ങോട്ട് പോന്നത്. അതുകൊണ്ട് ഒരു കാര്യം പറയാ, വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, ഉപേക്ഷിച്ചെന്നോർത്ത് നിരാശ ഉണ്ടാകരുത്. ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് ഞാനും നിങ്ങളും വന്നു കയറിയിരിക്കുന്നത്. ഏറെ നല്ലത് അതാണല്ലോ പ്രധാനപ്പെട്ട പദം. ഏറ്റവും ശ്രേഷ്ഠൻ യേശു ക്രിസ്തു, ദൈവത്തിന്റെ മഹത്വം. ഈ എബ്രായ വിശ്വാസികൾക്ക് ഇടയ്ക്കൊരു ചിന്ത, ഇവർ ആരംഭത്തിൽ നല്ല തീക്ഷണയായിരുന്നു ആരംഭത്തില്. ആ തീക്ഷണയുടെ വിശേഷതയാണല്ലോ 6-ാം അധ്യായത്തിന്റെ 9 അത് വായിച്ച് 6:9. ഇവരുടെ തീക്ഷണയ്ക്ക് നിദാനമായിട്ടുള്ള ഒരു വാക്യം, ഒത്തിരി ഉണ്ട്, ഇപ്പൊ ഒരു വാക്യം വായിച്ചു 6:9. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നെന്നും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തി എങ്ങനെ ആയിരുന്നെന്ന ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കും. പിന്നെ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാൽ, ഇതായിരുന്നു നിങ്ങളുടെ പ്രവൃത്തി. ആരംഭത്തിൽ വിശുദ്ധന്മാരെ നിങ്ങൾ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം. അപ്പൊ ആരംഭ സമയത്ത് ഇതൊക്കെ ഇവർ ചെയ്തവരാ. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നത് ഇഷ്ടമാണ്. പണ്ടത്തെ പഴയ അമ്മമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പിള്ളേർക്ക് കൊടുത്തില്ലേലും സുവിശേഷ വേലക്കാർക്ക് കൊടുക്കുമെന്ന്. അങ്ങനെ കൊടുത്ത കുടുംബത്തെ ഒന്നും ദൈവം മറന്നിട്ടുമില്ല. 2 കോഴി, കടിഞ്ഞു കോഴി മുട്ട ഇട്ട അമ്മ എടുത്ത് പാത്ത് വെക്കും. ഞാൻ എപ്പോഴും പറയുന്ന പാത്ത് വെക്കും. ഉപദേശമാർ അന്നൊക്കെ ക്ഷീണിച്ച, ഇന്ന് വണ്ടിയൊന്നുമില്ലല്ലോ. ആർക്കാ കാറ്? ആർക്കെങ്കിലും ഉണ്ടായിരുന്നു പണ്ട്? കാറുണ്ടായിരുന്നു, മഴക്കാറ് അതായിരുന്നു നമ്മുടെ കാറ്. പിന്നെ അങ്ങ് നടക്കുക, തോപ്പം നടക്കുക, പൈപ്പിലെ വെള്ളമൊക്കെ കുടിച്ച്. ചിലയിടത്ത് വീട്ടിൽ കയറിയും ചോദിക്കും വെള്ളം, പഴയ ആൾക്കാർ. അങ്ങനെയൊക്കെ നടന്ന് ക്ഷീണിച്ചും ചില വീടുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മമാർ, നല്ല അമ്മമാരുണ്ട്, കോഴി മുട്ട ഇട്ടതെടുത്ത് പാത്ത് വെച്ച് കൊച്ചുങ്ങൾക്ക് കൊടുക്കല. കൊച്ചുങ്ങൾ പരക്കം പാഞ്ഞ് നടക്കുക, എന്നാലും കൊടുക്കുകയല്ല. ഉപദേശിയുടെ സുവിശേഷ വില ചെയ്യുന്ന ഉപദേശിയുടെ തലവട്ടം കാണുമ്പോൾ 2 മുട്ടയും പുഴുങ്ങി കട്ടൻ കാപ്പി അവർ വധ സ്വോത്രം പറഞ്ഞ് കഴിച്ചു പോകും. ആ കുടുംബത്തിൽ ഒന്നും ദൈവം മറന്നില്ല. ഇപ്പം അങ്ങനെ മുട്ട കൊടുക്കാറുമില്ല, കൊടുത്താവിട്ട് കഴിക്കാനും എല്ലാത്തിനും വയ്യ. ഒരു കാര്യം ചെയ്ത് അങ്ങമ്മ ഉണ്ണി അങ്ങ് എടുത്തോണ്ട് വെള്ളയെ വരണമെന്നാണല്ലോ. ഉണ്ണിച്ചാന് കൊടുക്ക. അപ്പൊ പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു അനുഭവങ്ങൾ. പക്ഷെ അവരാരും ദൈവം മറന്നില്ല. ആ കുടുംബത്തെ എല്ലാം ദൈവം ഉയർത്തി. ഒരു കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ ഭാഷ പറഞ്ഞ ഒരെണ്ണം പേടായില്ല. അതിനെ എല്ലാം ദൈവം മാനിച്ചു. തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൽ സഹിച്ചവരെ, തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൽ സഹി തിരുതൽ നീതവും
ഞാൻ കൈകളാൽ അവരോട് കണ്ണുനീർ തുടച്ചിടുവാൻ തിരുസന്നിധം ചേർത്തു താൻ. ഓ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും. അപ്പോൾ ആരംഭകാലത്ത് തീഷ്ണതയോടെ നിന്നവരായ അബ്രായ ക്രിസ്ത്യാനികൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും വളരെ താല്പര്യം കാണിച്ചവരെ. എന്നാൽ ഇടക്കാലത്ത് ഇവർ ക്ഷീണിച്ചത് കൊണ്ടാണല്ലോ തളർന്ന കയ്യും കുഴഞ്ഞ മുഴങ്കാലെന്ന് 12-ന്റെ 12-ഉം 6-ന്റെ 12-ഉം 6-12 എന്ന് വായിച്ച 6-12 അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. മന്ദത ക്ഷീണിച്ചതിന് തെളിവാ മന്ദത. ഒരു ചെറിയ മന്നിപ്പുണ്ട്. വിശ്വാസത്താൽ മതി ഒരു ചെറിയ മന്നിപ്പ് ഉണ്ട്. ആ നോട്ടോ ഇരിപ്പം കാണുമ്പോൾ ചിലരെ, എല്ലാവരും അല്ല, ഒരു ചെറിയ മന്ദത ഉണ്ട്. ചില വസന്ത വന്ന കോഴി ഇരിക്കും പോലെ. നിങ്ങളുടെ കൂടെ എബ്രായരുടെ കാര്യമാണ് പറഞ്ഞ് മന്ദത, ഒരു ചെറിയ മന്ദത. 12 കൂടെ വായിച്ചു. ആകയാൽ തളർന്ന കൈ തളർന്നു, കുഴഞ്ഞ മുഴങ്കാലും കാലും കുഴഞ്ഞു, ക്ഷീണിച്ചു. ഇങ്ങനെ ക്ഷീണിച്ച് തളർന്ന് വശം കെട്ടുപോയവരെ ഉറപ്പിക്കാനും നിലനിർത്താനും എഴുതിയ ലേഖനമായ എബ്രായ ലേഖനം. അവരോട് പറയാ, വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാ വന്നു കയറിയ സ്ഥലം. എല്ലാവരിലും ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും ക്രിസ്തുവിന്റെ മഹത്വം അങ്ങോട്ട് വെളിപ്പെടുത്തി 10-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഏകയാഗത്താൽ സദാകാലത്തേക്കും യേശു ക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തി. ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തി. ഇപ്പോൾ കർത്താവ് സ്വർഗത്തിലാണ്. വായിച്ചേ 10-ന്റെ 19 മുതല്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരിശീലിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്റെ ഒരു മഹാപുരോഗത്തിന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങമാന ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണത ചെയ്യുമ്പോൾ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. അപ്പൊ കൈ തളർന്നു, കാല് കുഴഞ്ഞു, മന്നട മാത്രമാണോ? ഇപ്പം ദൂരത്ത് നിൽക്കുക, അടുക്കുകയല്ല. കയറിയിരിക്കുക. അച്ചാന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പോവും. ചുമ്മാതാ തീർന്നേച്ചേ പോവുള്ളൂ. ചുമ്മാ പറയുന്ന ഇടയ്ക്ക് കയറിയിരിക്കും. ഫാൻ്റെ കാറ്റ് കൊള്ളുകയല്ല, ഓരോ ഉപാധിയാ. കയറിയിരിക്കും. ഇന്നിപ്പോൾ ഇടയ്ക്ക് പോകുകയല്ലോ. മുമ്പേ പറഞ്ഞ പോലെ നിങ്ങൾ പോയാൽ പറയാം അയാൾ വിവരക്കേടുള്ളവനാ വല്ലതും വിളിച്ച് പോയെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ പേടിച്ചിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. സ്തോത്രം. അപ്പൊ കൈ തളർന്നു, കാല് കുഴഞ്ഞു, മന്നതയെല്ലാം നീക്കുക നിന്നടിയാരിൽ തന്നരുൾ നല്ലുണർച്ചയെ. വന്നിടുന്നൊരു ക്ഷീണം നിദ്രാമയക്കമീവ, വന്നിടുന്നൊരു ക്ഷീണം നിദ്രാമയക്കമീവ, ഒന്നാകെ നീക്കി എന്നിൽ തന്നിടുകാത്മശക്തി ഇന്നേരം പ്രിയ ദൈവമേ, നിന്നാത്മദാനം തന്നാലും. അപ്പൊ ഈ മന്നതാ, കൈ തളർന്നു, കാല് കുഴഞ്ഞു. എന്നാ ഈ പരുവത്തിനാണ് മുന്നിൽ വന്നിരിക്കണ്ടേ, ഇരിക്കുകയല്ല, പുറകെ നിൽക്കുക. ഇവിടെ യോഗത്തിന് നിൽക്കുകയും വന്നവരുടെ കാര്യമല്ല, പിണങ്ങി പോവുകയും ചെയ്യരുത്. താമസിച്ച് വന്നവര് ചിലപ്പോൾ പുറകെ നിൽക്കും. അവർ ഇനി അതിനിടയ്ക്കോട്ട് കയറി ആ യോഗം അലമ്പണ്ട, അങ്ങനെ നിൽക്കുന്നവരുണ്ട്. അവരുടെ കാര്യവും അല്ലി പറഞ്ഞത്. ഞാൻ എബ്രായ ലേഖനത്തിലെ വിഷയമാണ്. കൈ തളർന്നു, കാലും കുഴഞ്ഞു, മന്നതയും പിടിച്ചു. മാത്രമാണോ, പുറകിലാണ്, ദൂരെ നിൽക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് അടുത്ത് വരാൻ പറഞ്ഞു. അടുത്ത് വാ.
എന്തിനാ അകന്ന് നിൽക്കുന്നേ? എന്തിനാ നീ അറച്ചു നിൽക്കുന്നത്? എന്തിനാ മടിച്ചു നിൽക്കുന്നത്? യേശുവിന്റെ അടുക്കവാ. എങ്ങോട്ടാ വരേണ്ടത്? 4:16 12:22 മുതൽ താഴോട്ടും. 4:12 ആദ്യം വായിച്ചു. 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുക. ഇനി പോര്, എന്തിനാ അറച്ചു നിൽക്കുന്നേ? മറ്റെല്ലാ സ്ഥലത്തിലും എല്ലാവർക്കും ചെല്ലാൻ ഒക്കത്തില്ല. വിലക്കിയിട്ടിരിക്കുക, കയറുമൊക്കെ കെട്ടിത്തിരിക്കും. പിന്നെ അകത്ത് വേറൊരു കയറുണ്ട്, അത് വേറെ സെപ്പറേറ്റ്. ഏറ്റവും അകത്ത് വേറെ ആള്. മുട്ടിയാ പറയും അശുദ്ധമായി കുളിച്ചേച്ച് വരട്ടെന്ന്. ചിലത്ത് കയറ്റുകയല്ല. കയറുവെന്ന് പറഞ്ഞ് പാടി നടക്കുന്നുണ്ട്. ഒരു ദിവസം കയറുവന്നു മിക്കവാറും. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ കറക്റ്റേ പറയുള്ളൂ. അവിടെ ഇരിക്കുക. ഇനിയും ഞാൻ പറയുന്നതും കറക്റ്റാ. അവിടെ ഇരിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ദിവസം കയറും എന്നൊക്കെ പറയുക, കയറ്റുകയല്ല. എല്ലായിടത്തും എല്ലാവർക്കും ചെല്ലാൻ ഒക്കത്തില്ല. വിലക്ക് വെച്ചിരിക്കുക. അടുക്കരുത്. ഇത്ര ആൾക്കാർ, ഇന്ന ആൾക്കാർ. ഇവിടെ വിവാദമൊക്കെ പത്രത്തിലൊക്കെ വായിക്കുന്നില്ലേ? ചിലടത്ത് ചിലരെ തെരഞ്ഞെടുത്തത് അതും പ്രശ്നമായി. അതെ, ചിലടത്ത് ചിലരെ എടുക്കണമെന്ന് ചിലർ പറയുന്നുണ്ട്. സംഘടനക്കാരൊക്കെ നടക്കുകയല്ല, സമ്മതിക്കുകയല്ലെന്നൊക്കെയാ. പക്ഷേ യേശുവിന്റെ അടുക്കൽ ആർക്കും വരാം. ഒരുത്തനും നിന്നെ വിലക്കത്തില്ല, ഒരുത്തനും നിന്നെ അകത്തു നിർത്തത്തില്ല, ഒരുത്തനും നിന്നെ തടയത്തില്ല, ഒരുത്തനും നിനക്ക് ഊരി വിലക്കത്തില്ല. യേശുവിന്റെ അടുക്കൽ ഏത് വ്യക്തിക്കും വരാം. എന്റെ ഭാഷ പറഞ്ഞാൽ കറുത്തവനും വരാം, വെളുത്തവനും വരാം, കാശുള്ളവനും കാശില്ലാത്തവനും. കുടുംബത്തിൽ വലിയ വലിയ കുടുംബങ്ങളൊക്കെ അഭിപ്രായമുണ്ടല്ലോ, അവർക്കും വരാം. വലിയ കുടുംബത്തിൽ അല്ലേലും വരാം. പണ്ഡിതനും പാമരനും ഏത് തുറകളിൽപ്പെട്ടവർക്കും വരാം. അല്ലാതെ അള്ള പറഞ്ഞ പോലെ കറുത്തവനൊന്നും കളിക്കണ്ട. ഒക്കുകയല്ലെന്ന് തള്ള വലിയ പൊട്ടുവൊക്കെ തോട്ട. ആർക്കും വരാ യേശുവിനൊക്കെ. ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു. കൊച്ചുങ്ങൾക്കും വരാ യേശുവിൻ്റെ ഒക്കെ. കർത്താവ് പറഞ്ഞല്ലോ, ശിശുക്കളെ തടയരുത്, ഇങ്ങോട്ട് വിടാൻ പറഞ്ഞു. ഇങ്ങോട്ട് വിട, എൻ്റെ ഇടയ്ക്ക് വിട. ഒരു കൂനി സ്ത്രീ വന്നു. യേശു പറഞ്ഞു സൗഖ്യമായി, ബന്ധനം അഴിച്ചു, പൊക്കോളാൻ പറഞ്ഞു. മരിച്ചവൻ്റെ മഞ്ചത്തെ തൊട്ടപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. അവനെയും കൊണ്ട് യേശു അടുത്ത ക്രൂസൈഡിന് പോയില്ല. ബ്രദറിന് എന്തോ സംഭവിച്ചു. ഇന്നങ്ങനെ അവനെ തള്ളക്ക് കൊടുക്കുകയല്ല. തള്ളക്ക് ഉമ്മ വെക്കാൻ പോലും അവനെ കൊടുക്കുക. അവനെയും കേട്ടു വണ്ടിയെ കയറ്റുമ്പോൾ ബ്രദറിന് എന്തോ സംഭവിച്ചു. അതുകൊണ്ട് പറഞ്ഞു, ബ്രദറെ ഈ ബ്രദർ ആ ബ്രദറിനെ കൊണ്ടുവന്നപ്പം ആ ബ്രദർ ഈ ബ്രദറെ തൊട്ടപ്പം ഈ ബ്രദർ തട്ടിയപ്പം ആ ബ്രദർ ഈ ബ്രദറെ മുട്ടി. ഏനാടാ ചുമ്മാ പാട്ടല്ല. യേശു ഒറ്റയൊരുത്തനെയും അങ്ങനെ ഉപയോഗിച്ചില്ല. അവൻ ചേടി എഴുന്നേറ്റപ്പോൾ അവനെ തള്ളയ്ക്ക് കൊടുത്ത് പൊക്കോളാൻ പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. ഒരുത്തനോട് പറഞ്ഞ് കിടക്കെടുത്ത് നടക്കണമെന്ന് പറഞ്ഞു. അവനും പോയി. മിക്കവരോട് യേശു പറഞ്ഞ് മിണ്ടരുതെന്നാ പറഞ്ഞു. പിന്നെ അവർ ചെന്ന് തെക്കപ്പോല് നാട്ടിലൊക്കെ ചെന്ന് ഘോഷിച്ചു. അതാ യേശു. ദൈവത്തിന് മഹത്വം. ആർക്കും വരാം. രക്തസ്രവക്കാരി അവക്കും വരാം. തൊട്ടു, ദേഹത്ത് തൊടാൻ വന്നു. പക്ഷെ വസ്ത്രത്തിന്റെ തൊങ്ങല്ല. അന്നേരം ശക്തി പുറപ്പെട്ടു. ദൈവത്തിന് മഹത്വം. അതാ യേശു. ആർക്കും വരാം. പെണ്ണുങ്ങൾക്കും വരാം, പുരുഷന്മാർക്കും വരാം, സ്ത്രീകൾക്കും വരാം, കൊച്ചുങ്ങൾക്കും വരാം, പ്രായമുള്ള അമ്മയ്ക്കും അപ്പനും ആർക്കും, ഏത് തുറകളിൽപ്പെട്ടവർക്കും യേശു ഏത് സമയത്തും വരാം. ഏത് സമയത്തും വരാം. ഞങ്ങൾ രാത്രി 12 പുള്ളി ഉറങ്ങി. അങ്ങോട്ട് ഉറക്കിയതേ ഉള്ളൂ. രാവിലെ ആട്ടെ. അല്ലല്ല, അവൻ മയങ്ങുന്നുമില്ല. ഇസ്രായേലിൽ
കാവൽക്കാരൻ നിദ്രാഭാരം പൂങ്ങുന്നില്ല ഇസ്രായേലി. യഹോവയൻ പാലകൻ ഇല്ലെനിക്കു ഖേദമൊട്ടും. യഹോവയൻ പാലകൻ ഇല്ലെനിക്കു ഖേദമൊട്ടും. ഉയർത്തിയിടും ഞാൻ ഒറി 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 ഒറി. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ആർക്കും വരാം, ഏത് സമയത്തും വരാം, ഏത് നിലവാരത്തിൽപ്പെട്ടവർക്കും വരാം. യേശു ആരെ? അവനത് പറഞ്ഞു വിടുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനല്ല, കൈവിടുന്നവനല്ല. അവൻ ശ്രേഷ്ഠനായ, യോഗ്യനാകുന്ന, ഉന്നതനാകുന്ന, മഹത്വമുള്ള ദൈവമാണ്. അപ്പോൾ അകന്ന് നിൽക്കുന്നവരോട്, ദൂരെ നിൽക്കുന്നവരോട് പറയാ, എന്തിനായി ദൂരെ നിൽക്കുന്നത്? അടുത്തു വാ. നിങ്ങൾ എന്തിനാ അറച്ചു നിൽക്കുന്നത്, മടിച്ചു നിൽക്കുന്നത്? ഇനി വാ. മുടിയമ്പുത്രം വന്നപ്പോഴും അങ്ങനല്ലേ? അവനെ ആ കൂലിക്കാരൻ ഒരുത്തനെ പോലെ ആക്കണമെന്നൊക്കെ ചിന്തിച്ചായി വന്നത്. അപ്പനെ കാണാനാ വന്നെങ്കിലും അപ്പനെ ആദ്യം കണ്ടത്. ഇങ്ങോട്ട് വരാന്നപ്പോൾ അപ്പൻ അങ്ങോട്ട് ചെന്നു കെട്ടിപ്പിടിച്ചു. ഇന്ന് രാവിലെ പേപ്പർ വായിച്ചപ്പോൾ ഒരു പദം എനിക്കിഷ്ടപ്പെട്ടു. ഒരുത്തൻ വീട് വിട്ടുപോയി. വീട് വിട്ടുപോയിട്ട് തിരിച്ചു വന്നു. പരുവക്കാടായപ്പോൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പം വാതിൽ തുറന്നിട്ടിരിക്കുക. അപ്പൻ കസേര കിടന്ന് ഉറങ്ങുക. അപ്പം അവനെ എന്തേലും ഒന്ന് ലോഹ്യം പറയണ്ടേ? ഉഴപ്പിയടിച്ചതാ. തിരിച്ചു വന്നു പരുവക്കാടായപ്പം. ഒന്നും പറയാൻ അങ്ങനെ കയറുന്നത്. അപ്പം അവനെ അപ്പച്ചനോട് ചോദിക്കുന്നു, വാതിൽ എന്നാ തുറന്നിട്ടേക്കുന്നത്? വാതിൽ എന്നാ? അപ്പം അപ്പൻ്റെ ഡയലോഗ്, നീ പോയ അന്ന് തുറന്നിട്ടിരിക്കുന്നതാണ്. കാരണം ഇത് അടച്ചാൽ നീ എന്നേലും തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. അപ്പം നീ തിരിച്ചു വരുമ്പോൾ ഇത് അടച്ചിട്ടാൽ നീ വീണ്ടും തിരിച്ചു പോകും, പോകാതിരിക്കാനാണ്. അതാ ദൈവം. ഇന്ന് രാത്രിയിലും വാതിൽ തുറന്നിട്ടിരിക്കുക. പല വാതിലും ചിലപ്പോൾ നിനക്കെതിരെ അടച്ചു കാണും, പക്ഷേ സ്വർഗത്തിലെ പിതാവ് നല്ല വാതിൽ തുറന്നിട്ടിരിക്കുക. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി അടുത്ത് വാ. എന്തിനകന്ന് നിൽക്കുന്നേ? നിന്നെ സ്വീകരിക്കുന്ന, രക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന, മാറോടണയ്ക്കുന്ന, ആശ്ലേഷിക്കുന്ന നല്ല കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തു വാ. അപ്പൊ ഇവിടെ പറയുക, നിങ്ങൾ ധൈര്യത്തോടെ അടുത്തു വാ. ഈ അകന്നു പോകാൻ കാര്യം എന്നാ? അകന്നു പോയവരോടല്ലേ പറഞ്ഞ അടുത്ത് വരാൻ. അപ്പൊ അകലാൻ കാര്യമുണ്ടല്ലോ, അകലാൻ കാര്യമുണ്ട്. എന്തുവാ അകലാൻ കാര്യം? ആ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ പഠിക്കുമ്പോൾ 2 കാരണമാണ് അകന്നു പോകാൻ കാര്യം. ഒന്ന്, നല്ലൊരു ഹൃദയമില്ല, ശുദ്ധ ഹൃദയം പോയി. 2, മനസാക്ഷി നല്ലതല്ല, ദുർമനസാക്ഷി. എല്ലാം എടുത്ത് വ്യാഖ്യാനിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. ഹൃദയമില്ല. എനിക്ക് തോന്നുന്നത് പെന്തിക്കോസുകാർക്ക് ഒരു 90% ആൾക്കാർക്ക് ഹൃദയം ഇല്ല. കാരണം എല്ലാവരും ഹൃദയം കർത്താവിന്. ചെല്ലു പറയത്തില്ല, ഞാൻ കുഴിക്കാല ദാനിയേൽ സാറിൻ്റെ കാലത്ത് കൊടുത്തതാണ്. ഹൃദയമില്ല. അല്ല, ഹൃദയമില്ലാത്തത് കൊണ്ട് മറ്റുള്ളവൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും മനസ്സിലാക്കാനും പറ്റുന്നില്ലല്ലോ. ഇല്ല. 5 ഏക്കറുണ്ട്, 4 കോടിക്ക് വീടുമൊക്കെ പണിത് രാജാവായിട്ട് താമസിച്ചു, അധ്വാനിച്ചത്, അതിനെ എതിർക്കുന്നുമില്ല. കൂടെ ആരാധിക്കുന്ന സഹോദരൻ 1 സെന്റ് ഭൂമിയില്ലാതെ, ഒരു മുറിയില്ലാതെ ഞരങ്ങുകയല്ലേ. ആത്മാവിലാകുമ്പോൾ അവൻ്റെ ഭാര്യയിലൊന്ന് തീർന്നു. എന്നിട്ട് ഹൃദയമില്ലല്ലോ അവനെ ഒന്ന് കാണാൻ. മനസ്സിലാകുന്നില്ല. ഇല്ല, മനസ്സിലാകത്തില്ല. നല്ലൊരു ഹൃദയം വേണം. യേശുവിനതുണ്ട്. അലിവ് തോന്നുന്നവൻ, മനസ്സലിവ് തോന്നുന്നവൻ. അപ്പൊ 2 കാരണത്താൽ ഇവർ അകന്നു പോയി. ഒന്ന്, മനസാക്ഷി നല്ലതല്ല. 2, നല്ല ഹൃദയമില്ല. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമുള്ളതാ. അത് ആരാഞ്ഞറിയുന്നവൻ ദൈവമാണ്. ഇവിടെ പേരും പ്രശസ്തി, സ്ഥാനവും മാനവും മന്ദനവും ഒന്നുമല്ല. നല്ലൊരു ഹൃദയം വേണം. യേശു അതാ പഠിപ്പിച്ച. ഹൃദയശുദ്ധിയുള്ളവർ അവരാ ദൈവത്തെ കാണുന്നേ. നേരിട്ട് കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ ദൈവത്തെ കാണുന്നത്? കാണാത്ത ദൈവത്തെ
എങ്ങനെ സ്നേഹിക്കും? എനിക്ക് യോജിക്കാനൊക്കത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞേക്കുന്നത്. കൂടെ പാർക്കുന്ന, കൂടെ താമസിക്കുന്ന അയലത്തുകാരെ, സ്നേഹിതരെ, അത് ഏത് മതസ്ഥനുമാകട്ടെ, ഹിന്ദുവോ മുസ്ലിമോ അക്രൈസ്തവനോ നിരീശ്വരവാദിയോ ജൈനനോ ബുദ്ധനോ പാഴ്സി ആരുമാകട്ടെ, മനുഷ്യനല്ലേ, ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ. ആ മനുഷ്യനെ സ്നേഹിക്കാത്ത നീ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുന്നത്? കർത്താവ് തന്നെയല്ലേ ചോദിച്ചേ. തൊട്ടപ്പുറത്തുള്ളവനോട് മിണ്ടുകയല്ല. എന്നിട്ട് ആത്മഭാരം കയറി ആന്ധ്രയ്ക്ക് പോവുക. ഇച്ചിരി ട്രാക്ട് തരണം. ഏതാ? തമ്പിയുടെ ഹൃദയം. തമ്പിയുടെ ഹൃദയം വേണ്ട, നിന്റെ ഹൃദയം ആദ്യം ശരിയാകുക. തമ്പിയുടെ ഹൃദയം തപ്പി കിടക്കുന്നേ. ലഘുലേഖയായിട്ട് അങ്ങ് ഇറങ്ങുക രാവിലെ. അത് തെറ്റാന്നല്ല, അപ്പുറത്തുകാരോട് മിണ്ടുകയല്ല. ആത്മഭാരം. ഞങ്ങൾ ചിങ്ങവനത്തൊരു ഒരുത്തനുണ്ടായിരുന്നു. അവനെ സഭായത്തിനിടയിൽ ചാടി എഴുന്നിട്ട് പറഞ്ഞു, ഞാൻ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചു, ആന്ധ്രയ്ക്ക് പോകുവാന്ന്. അവൻ്റെ ചെറുപ്പത്തിൽ അപ്പം മരിച്ചതാ. അമ്മ അടുക്കള ജോലിയൊക്കെ ചെയ്തായി അവനെ വളർത്തിയത്. അമ്മയ്ക്ക് അങ്ങ് സങ്കടമായി. അമ്മയോട് ചോദിക്കാതെ ഇവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു. വീട്ടിൽ വെച്ചൊരു ആലോചന ഉണ്ടായിരുന്നേ അത്രയിൽ യോഗത്തിനിടയില്ല, ഉണർവുണ്ടായി. ഇവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ആന്ധ്രയ്ക്ക് പോകുവാന്ന് അടുത്ത ആഴ്ച. യോഗം കഴിഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങ് സങ്കടം. അമ്മ വന്ന് ചോദിടാ, ബേബി, ചിങ്ങവനത്തെങ്ങും ഭാവിയില്ലായിട്ടാണോ നീ ആന്ധ്രയ്ക്ക് പോകുന്നത്? ഇവനെ വിടാൻ കഴിയത്തില്ല. അതിനാണ്. ചിങ്ങവനത്തെങ്ങും ഭാവിയില്ലായിട്ടാണോ നീ ആന്ധ്ര? അടുത്ത ഡയലോഗ. എടാ, ആരും പാപം ചെയ്യാനില്ല, ഞാൻ പാപം ചെയ്യാം, എന്നാലും നീ ആന്ധ്രയ്ക്ക് പോകരുത്. അതാ ഈ അടുത്ത കാലത്ത് അമ്മ മരിച്ചത്. ഞാനും പോയായിരുന്നു. അല്ല, അത് ന്യായമല്ലേ? ഇവിടെങ്ങും ഇല്ലായിട്ടാണോ? നേരിട്ട് കാണുന്ന സഹോദരനെ സ്നേഹിക്കുന്നില്ല, ഇടപെടുന്നില്ല. പിന്നെയോ കാണാത്ത ദൈവത്തെ. ദൈവ സ്നേഹമാണ്. അത് ആ ഭാഗം അങ്ങ് വിടുക. നല്ല ഹൃദയം. ആസാബതല്ലേ പറഞ്ഞ്, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു. അത് നിശ്ചയമാണ്. പാട്ടൊക്കെ വരുന്നുണ്ട്. ഇച്ചിരി സമയം കൂടെ ഉണ്ടല്ലോ. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനിൽ ഒരു വാദം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനിൽ ഒരു വാദം. എന്നാൽ ദുർമതികൾ സൂക്കികൾ മേവും അതിലിടറിയനുള്ളം തിരതുല്യം. പുഷ്ടിയാലും ദിനകങ്ങൾ ഇല്ലേ, അവർ ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ. ഞാനോ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകിയത് വ്യർത്ഥം, തിരവ്യർത്ഥം. ഞാനോ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകി യതു വ്യർത്ഥം, തിരവ്യർത്ഥം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനിൽ ഒരു വാദം. അതാൽ നമുക്ക് നല്ലൊരു ഹൃദയം. ഓടിച്ചു പോകാം. രണ്ട് കാരണത്താൽ ഇവർ അകന്നു. ഒന്ന്, നല്ല മനസാക്ഷിയില്ല. രണ്ട്, നല്ലൊരു ഹൃദയമില്ല. അതുകൊണ്ട് അകന്നു പോയത്. അകന്നു പോയവര് അവൻ പറയുക, നിങ്ങൾ അകന്ന് നിൽക്കരുത്, ദൂരെ നിൽക്കരുത്, മേറി നിൽക്കരുത്. ഇന്ന് രാത്രി നിങ്ങൾ അടുത്തോട്ട് വാ. അടുത്തോട്ട് ഇവരെ വിളിക്കുമ്പോൾ 3 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇവരെ വിളിക്കുന്നത്. 3 കാരണങ്ങള് ആ വാക്യങ്ങളിലുണ്ട്. അത് ഞാനങ്ങ് പറഞ്ഞേക്കാം, സമയത്തേക്കും കൂടെ ഭയപ്പെടുന്നു. 3 കാരണം. ഒന്ന്,
നിങ്ങൾ അകന്ന് നിൽക്കരുത്, ദൂരെ നിൽക്കരുത്, അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്. നിങ്ങൾ അടുത്തോട്ട് വരണം. അതിന് കാരണം കൂടെ പറയാം. യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അറച്ചും മടിച്ചും അകന്ന് നിൽക്കരുത്. ആ വഴി കൂടെ നീങ്ങു വാ. പഴയ വഴി മെയിൻറ്റെയിൻ ചെയ്തത് പാച്ച് വർക്ക് ചെയ്തതല്ല. അങ്ങനെയൊക്കെ ഇപ്പം വഴികളുണ്ട്. ഇപ്പം ഇലക്ഷൻ്റെ സമയമായപ്പം ഇഷ്ടംപോലെ ഈ എന്തുവാ അടയിലെ ശർക്കരയും തേങ്ങായും പുരട്ടും പോലെ. അടയൊന്നും കഴിച്ചിട്ടില്ല. ഓ, ഷുഗർ ആയതുകൊണ്ട് ശർക്കര എന്നാ വേണ്ട. ഇത് പഴയ വഴി പാച്ച് വർക്ക് ചെയ്തതല്ല. ആ പാരമ്പര്യത്തിന്റെ വഴിയല്ല. ഇതൊരു പുത്തൻ വഴിയാ. ഈ വഴി ലഭിച്ചത് എങ്ങനെയാണെന്നറിയാമോ? കാശ് മുടക്കി ലഭിച്ചതല്ല. സ്തോത്രം. ഇത് മലം വെട്ടി ഒരുക്കി തന്ന വഴിയല്ല. സംഘടനകൾ ഒരുക്കിയ വഴിയല്ല. രാഷ്ട്രീയക്കാരൊരുക്കിയ വഴിയല്ല. ഒരു മതനേതാക്കന്മാരും ഒരുക്കിയ വഴിയല്ല. ഇത് യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചീന്തി എനിക്ക് നിങ്ങൾക്ക് ഒരുക്കിയ പുത്തൻ വഴിയാ. പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവരിയിലേക്ക് കുരിശുമരം ചുമന്ന് വീണും മേച്ചും മറച്ചും മുഖത്തെ രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി, മുൾക്കിരീടധാരിയായി, കണ്ണ് മൂടിക്കെട്ടി കന്നത്തടിയേറ്റവനായി, മുഖത്ത് കാർക്കിച്ച് തുപ്പിലേറ്റ് കുനിയപ്പെട്ട് നിൽക്കുന്ന കൽത്തളത്തിൽ കുനിയപ്പെട്ട് നിൽക്കുന്ന യേശുവിന്റെ മുതുകത്തെ കഠോര ഹൃദയന്മാരാകുന്ന റോമൻ പടയാളികൾ ദാക്ഷണ്യം കൂടെ ചാട്ട ചുഴറ്റി അടിച്ച് അവൻ ചാട്ട പറിക്കുമ്പോൾ മുൾക്കുളത്ത് വീയക്കട്ടകൾ ആ ശരീരത്തിൽ പതിഞ്ഞ് പച്ചമാംസം പറഞ്ഞ് ഇരുന്ന് അവൻ പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരെ പാടി. നിങ്ങൾക്കറിയാം, അവിടുത്തെ മുതുക ഉടവയാല് പോലെ നീളത്തെ കീറി ഇങ്ങനെയായി വഴി ഒരുക്കി തന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, അകന്നു നിൽക്കരുത്. ഒരു പുത്തൻ വഴി നിനക്ക് ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് ധൈര്യത്തോടെ അടുത്തു വാ. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ ദീർഘമാക്കുന്നില്ല. കർത്താവിന് മഹത്വം. 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാ വിളിക്കുന്നത്. ഒന്ന്, ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. നിവാസികളെ രക്ഷ അക്ഷയകുമാരനു മർത്യനായി വന്നു. നിവാസികളെ രക്ഷ അക്ഷയകുമാരനു മർത്യനായി വന്നു. പാടി വാഴ്ത്തിടുന്നു. ഇന്ന് രാത്രി യേശു ക്രിസ്തു ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടിരിക്കുക. എന്നെ കേൾക്കുന്ന സുഹൃത്തെ, സ്നേഹിത, മാതാവേ, പിതാവേ, പ്രിയപ്പെട്ടവരെ, അകന്നു നിൽക്കണ്ട, മാറി നിൽക്കണ്ട, അറച്ചു നിൽക്കണ്ട, മടിച്ചു നിൽക്കണ്ട. ധൈര്യത്തോടെ ഇന്ന് രാത്രി അടുത്തു വാ. നിനക്ക് വേണ്ടി ഒരുവൻ ഇവിടെ പ്രതീക്ഷിച്ചു നിൽക്കുക, നിന്നെ രക്ഷിക്കാൻ. അത് മറ്റാരുമല്ല, നസറേയനാകുന്ന യേശു ക്രിസ്തു. അപ്പൊ ഒന്ന്, ഒരു പുത്തൻ വഴി. 2, ഇവിടെ അങ്ങനെ കയറി ഇങ്ങോട്ട് വരുമ്പം നിരാശപ്പെടണ്ട. പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. പരിശുദ്ധ രക്തം, ശുദ്ധരക്തം. ആ രക്തം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ആരുടെ രക്തം? യേശുവിന്റെ രക്തം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ വാ. അതിനാ ഈ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. അവിടുത്തെ രക്തം പുണ്യാക രക്തമാ, വിലയേറിയ രക്തമാ, സംസാരിക്കുന്ന രക്തമാ, ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ. ഇത് പാപം മോചിക്കുന്ന രക്തമാ, രോഗം സൗഖ്യമാക്കുന്ന രക്തമാ. ഈ രക്തം ആമൻ സ്തോത്രം നിന്റെ സകല കെടുതികളും മാറ്റുന്ന രക്തമാ. ആമൻ ഈ രക്തം ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാക്കടിന്റെ രക്തവും മലിനപ്പെട്ടവ തളിക്കുന്ന പശുഭസ്മം ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുവിന്റെ പരിശുദ്ധ രക്തം സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. മാത്രമല്ല, വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഈ രക്തം നമുക്ക് ജയം തരുന്ന രക്തമാണ്.
സാക്ഷ്യവചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും ജയിച്ചെന്ന ഇന്ന് രാത്രി പരാജയത്തിന്റെ പടുകുടിയിൽ കിടന്ന് ഇനി ആത്മഹത്യ ചെയ്യാൻ, ആടുവിടാ, റെയിൽവേ പാളത്തെ തലവെക്ക, പനാമറടിക്കാൻ, തൂങ്ങിച്ചാക, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന? ആർക്കെന്നെ വേണം? ജീവിതം മുഴുവൻ കുഴഞ്ഞല്ലോ, തരിപ്പണമായല്ലോ, തകർന്നല്ലോ. പരാജയത്തിന്റെ പടുകുടിയെ എങ്ങനെ രക്ഷപ്പെടുമെന്നൊക്കെ ചിന്തിച്ച് ആരേലും വ്യാകുലപ്പെടുന്നെങ്കിൽ നിരാശപ്പെടേണ്ട. നിന്റെ പരാജയത്തെ ജയമാക്കാൻ കഴിവുള്ള ഒരുവൻ ഉണ്ടെന്ന്. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ നിന്റെ പരാജയങ്ങളെ വിജയമാക്കി തരും. അതുകൊണ്ട് ഇന്ന് രാത്രി അറച്ചു നിൽക്കരുത്, ധൈര്യത്തോടെ അടുത്തു വാ. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടിരിക്കുക. ഇനി വാ. രണ്ട്, പരിശുദ്ധ രക്തമുണ്ട് ഇവിടെ. കുഞ്ഞാട്ടിന്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്, കുഞ്ഞാട്ടിന്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്, തൻ്റെ ജീവൻ തന്നെയാണ് എന്നെ നടത്തുന്നതും, തൻ്റെ ജീവൻ തന്നെയാണ് എന്നെ നടത്തുന്നതും. കുഞ്ഞാട്ടിന്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്, തൻ്റെ ജീവൻ തന്നെയാ എന്നെ നടത്തുന്നതും, തന്നെയും തൻ്റെ കഷ്ട പാടുക തൻ മരണം, തന്നെയും തൻ്റെ കഷ്ട പാടുക തൻ മരണം, തൻ പുനരുത്ഥാന ശക്തി കഴിഞ്ഞ് നന്നായി അനുഭവിച്ചിന്നും മണങ്ങുന്നു, പുനരുത്ഥാന ശക്തി ഞാൻ നന്നായി അനുഭവിച്ചിന്നും മണങ്ങു. കുഞ്ഞാട്ടിന്റെ രക്തമാ എന്നെ വീണ്ടെടുത്തത്, കുഞ്ഞാട്ടിന്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തമുണ്ട് ഇവിടെ. ആ രക്തം ഉള്ളത് കൊണ്ട് സകല പാപങ്ങളും മോചിക്കുന്ന രക്തമാണ്. എത്ര അകൃത്യങ്ങൾ കടഞ്ഞുമുമ്പായിരുന്നാലും, എത്ര രക്താംബരം പോലെ ഇരുന്നാലും, പഞ്ഞി പോലെ, ഹിമം പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ധൈര്യത്തോടെ അടുത്ത് വാ. ആർക്കും അറിയാൻ മേലാത്ത പാട്ടാ അയാൾ പാടുന്നത്, വേറെ ആർക്കും പാടാൻ ഒക്കത്തില്ല. അതുകൊണ്ട് സ്തോത്രം അറിയാവുന്നൊരു പാട്ട് പാടാം. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ പൂർണ്ണാശ്രയം, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ പൂർണ്ണാശ്രയം, ഈ നിമിഷം തൻ കൃപ തന്നിൽ വച്ചോ ശുദ്ധി ആയോ നീ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നീ കളങ്കമോ നിൻ അങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ, കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും. ചേർന്ന് ഹിമം പോൽ നീ. എല്ലാവരും ചേർന്ന് പാടാം, അറിയാവുന്ന പാട്ടല്ലേ? കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നീ കളങ്കമോ നിൻ അങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, ധൈര്യത്തോടെ അടുത്തു വാ. ഒന്ന്, യേശു നിന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരു പുത്തൻ വഴിയൊരുക്കിയിട്ടുണ്ട്. രണ്ട്, ഇവിടെ പരിശുദ്ധ രക്തമുണ്ട്, കുഞ്ഞാടിന്റെ വലിയേറിയ രക്തം. നിന്റെ മുഴുവൻ പാപങ്ങളും പരിഹരിക്കും. ഒരെണ്ണം ബാക്കി ഇടുകയല്ല, മുഴുവനും പരിഹരിച്ചു തരും. ആ രക്തം ഇവിടെ വ്യാപരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി അടുത്തു വാ. അങ്ങനെ വരുന്നവരോട് മൂന്നാമത്തെ കാര്യം കൂടെ പറയുകയാ. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. നല്ല ഒരു പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ. അതുകൊണ്ടാ പക്ഷപാതം ചെയ്യുന്നത്. എന്തുവാ ഈ പക്ഷപാതം? വാദം പലതുണ്ടല്ലോ. ആമവാദം, വെട്ടുവാദം, പിള്ളവാദം, ചൂടുവാദം, രക്തവാദം. ഇത്
പക്ഷപാതമാണ്. എന്തുവാ പക്ഷപാതം? എന്തേലും വാ തുറന്നെന്ന് പറ. പക്ഷപാതം അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ഇയാൾ പ്രസംഗിച്ച് തെളിയണ്ടെന്നായിരിക്കും. പക്ഷപാതം അർത്ഥം ഇത്രയേ ഉള്ളൂ, പക്ഷം പിടിച്ച് വാദിക്കുന്നു. അതാ പക്ഷപാതം. പക്ഷപാതം പക്ഷം പിടിച്ച് വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. നമ്മുടെ പക്ഷം പിടിച്ച് ആര് വാദിക്കുന്നു? യേശു ക്രിസ്തു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിലാ വാദിക്കുന്നത്. അതെന്തിനാ സ്വർഗത്തിൽ നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുന്നേ? പാട്ടുകാരോട് പാടി ക്ഷീണിച്ച് ഞാൻ വരാൻ താമസിച്ചപ്പോൾ പാടി ഊപ്പാട് വന്നെന്ന് എനിക്കറിയാം. ക്ഷീണമെല്ലാം മാറിയല്ലോ. പക്ഷപാതം പക്ഷം പിടിച്ച് വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. എന്തിനാ സ്വർഗത്തിൽ നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുന്നേ? ഇങ്ങനെ വെച്ചാലൊന്നും എനിക്കറിയത്തില്ല. മുമ്പേ രണ്ടുപേരും സംസാരിച്ചല്ലോ, ഇതങ്ങ് പറ. താതൻ സന്നിധിയിൽ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന പക്ഷവാദം ചെയ്യുന്ന എൻ്റെ രായന ചായ, ഞാൻ വളരെ തൊണ്ട പ്രയാസപ്പെട്ടാ വന്നത്. എനിക്ക് ഒത്തിരി സുഖമായി. എനിക്ക് ഇപ്പം നിർത്താനും തോന്നുന്നില്ല. നന്നായിരിക്കുന്നു. ദൈവം ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തട്ടെ. ശുശ്രൂഷകളെ ആദരിക്കും. എനിക്ക് ഒത്തിരി തൊണ്ടയ്ക്ക് സുഖമാണ്. വളരെ ഉപ്പുവെള്ളമെല്ലാം കൊണ്ടേച്ചാ ഇങ്ങോട്ട് വന്നത്. പക്ഷെ നന്നായിരിക്കും. ദൈവം അനുഗ്രഹിക്കും. അപ്പൊ ശ്രദ്ധിക്കുക. പക്ഷപാതം ധൈര്യത്തോടെ അടുത്തു പോകും. 1, ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. 2, പരിശുദ്ധ രക്തം വ്യാപരിക്കുന്നവ. 3, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ചു വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശു ക്രിസ്തു വാദിക്കുന്നു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ വാദിക്കുന്നു. അതെന്തിനാ സ്വർഗത്തിൽ എൻ്റെ നിന്റെ പക്ഷം പിടിച്ച് യേശു വാദിക്കാൻ കാര്യം? ഒറ്റ വാക്കി പറയുക, എനിക്ക് നിങ്ങൾക്ക് എതിരെ വാദിക്കുന്ന ഒരുത്തനുണ്ട് അവിടെ. അതാരാ? പിശാച്. അവന്റെ പേര് തന്നെ അപവാദി എന്നല്ലേ? പിന്നെ അവനിങ്ങനെ അങ്ങ് നടക്കുക. എനിക്ക് നിങ്ങൾക്കുമെതിരെ അപവാദം അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ യേശു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷം പിടിച്ചു വാദിക്കും. അതാ പക്ഷപാതം. അമ്മാമ്മയുടെ പേരെന്നാ? അമ്മാമ്മയുടെ പേര് തന്നെ കൊള്ളുകയല്ലേ പേര്? ഉറക്കെ പറ. നല്ല പേരാ. ലിസി. നല്ല പേരല്ലേ? എവിടാ വീട്? ഇവിടെ അടുത്താന്ന് പറഞ്ഞ. എന്നാലും എലന്തൂര് തന്നെ. വീട്ടുപേരൂടെ പറഞ്ഞു. അത് മതി. ഇത്രയും കിട്ടിയാൽ മതി. അമ്മാമ്മ എന്നോട് പിണങ്ങരുത്. എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം. ഒരു ഹെൽപ്പാ. ഉദാഹരണമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. സ്വർഗത്തിൽ പിശാച് ചെന്ന് ഒറ്റപ്പിളാമൂട്ടിലെ ലിസിക്കെതിരെ അപവാദം പറഞ്ഞെന്ന് വിചാരിക്കുക. അപവാദം. ഉദാഹരണമാണേ. അച്ചായം വന്നിട്ടുണ്ടോ? എന്തിയേ? അവിടെ ഇരിക്കുക പറയാം. കൊച്ചുമായിട്ട് അവിടെ ഇരിക്കുന്ന. അപ്പം ഉദാഹരണമാണേ. ഒറ്റപ്പിളാമൂട്ടിലെ ലിസിക്ക് വിരോധമായിട്ട് പിശാച് അവിടെ ചെന്ന് അപവാദം പറയുക. എന്തുവാന്നോ? ലിസി രാവിലെ ഒരു ബാഗുമായിട്ട് ഇറങ്ങുക. എവിടെ പോകുന്നതാണെന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ അങ്ങ് നടക്കുക. അപവാദം പറയുക. ഇന്നാള് സന്ധ്യയ്ക്ക് ആരാണ്ട് കൊണ്ട് വണ്ടിയിൽ ഇറക്കുന്നത് കണ്ട. ആർക്കറിയാം എവിടെ പോകുന്നതാണ്. പിന്നെ ദ്വയാർത്ഥ പ്രയോഗം നടത്തും. ഇങ്ങനെയൊക്കെ
അപമാനം പറയുമ്പം യേശു ക്രിസ്തു ഉദാഹരണമാ ഒറ്റപ്പളാമുട്ടിലെ ലിസിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. യേശു പറയും നിർത്ത്, ലിസി പോയ കാര്യമല്ലേ, ലിസി യോഗത്തിന് പോയതാ. എവിടെ? എലന്തൂര് കൺവെൻഷന്. നിനക്കങ്ങനെ അറിയാം, ഞാൻ യോഗത്തിനുണ്ടായിരുന്നു, നടുക്കുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് യോഗം തുടങ്ങിയപ്പോഴേ ഞാൻ നടുക്ക് ഉണ്ടായിരുന്നു. ലിസി ഏതാണ്ട് നടുഭാഗത്തായിരുന്നത്, സ്റ്റേജിൻ്റെ അവിടെ നിന്ന് ഒരു 4ാമത്തെ ലൈനിലായിരുന്നത്. ഒറ്റപ്പളാമുട്ടി ലിസി ഇടയ്ക്കൊന്ന് വർത്തമാനം പറഞ്ഞതേ ഉള്ളൂ, എന്നാലും ലിസി ഉണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യമൊന്നും ലിസി പറഞ്ഞില്ല. ലിസി യോഗത്തിനിരിക്കുകയായിരുന്നെന്ന് ലിസിക്ക്, ഒറ്റപ്പളാമുട്ടിലെ ലിസിക്ക് വേണ്ടി യേശു ക്രിസ്തു പക്ഷപാതം ചെയ്യും എന്ന് പറഞ്ഞതുപോലെ എനിക്കും നിങ്ങൾക്കുമെതിരെ നന്ദി കെട്ടവനാകുന്ന, ദൂഷനാകുന്ന, അപവാദിയാകുന്ന പിശാച് അവിടെ ചെന്ന് അപവാദം പറയും. ഇപ്പോഴും പിശാചിന് സ്വർഗത്തിൽ പോകാമല്ലോ. പിന്നെ അവൻ പോയിക്കൊണ്ടിരിക്കുക, നമ്മൾ പോകുന്നില്ലെങ്കിലും അവൻ പോകുന്നുണ്ട്. അവൻ എന്നും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക സ്വർഗത്തില്. ഇനി അവനെ ഇപ്പോഴും സ്വർഗത്തിലുണ്ട്, പിശാചി സ്വർഗത്തിൽ ചെല്ലുന്നുണ്ട്. ഇനി വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ യുദ്ധത്തില, പിന്നെ സ്വർഗത്തിലൊരു യുദ്ധം. അപ്പൊ പിന്നെ സഭയുടെ കാര്യം പറയണം, സ്വർഗത്തിൽ യുദ്ധമാണ്, സ്വർഗത്തിൽ യുദ്ധമാണ്. അപ്പൊ പിന്നെ നമ്മുടെ സഭയുടെ കാര്യം പറയുന്നില്ല. അപ്പോൾ പിശാചിന് അവന്റെ ദൂതന്മാരുമായിട്ട് യുദ്ധം നടന്നു, അവനെ താഴോട്ടിട്ടു. പിന്നെ അവരുടെ സ്ഥലം സ്വർഗത്തിൽ അതുവരെ ചൊല്ലും. ഇപ്പോഴും ചെന്നുകൊണ്ടിരിക്കുക. എനിക്കും നിങ്ങൾക്കുമെതിരെ ആമൻ പിശാച്, അപവാദിയാകുന്ന ദൂഷകൻ അപവാദം പറയുമ്പോൾ ദൈവത്തിന്റെ പൈതല്, ഇവിടെ ആരും നിന്റെ പക്ഷം പിടിക്കാനില്ലെങ്കിലും, ഈ ലോകത്തിൽ ആരും നിന്റെ പക്ഷം പിടിക്കാനില്ലെങ്കിലും, സഭക്കാരോ വീട്ടുകാരോ ഭർത്താവോ ഭാര്യയോ മക്കളോ സഹോദരങ്ങളോ സ്നേഹിതരോ നീ വളർത്തിക്കൊണ്ട് വന്നവരോ ഹെൽപ്പ് കൊടുത്തവരോ ആരും നിന്റെ പക്ഷം പിടിക്കാനില്ലെങ്കിലും, നീ പ്രാർത്ഥിച്ച് സഹായിച്ചവരോ നീ സഹായിച്ചവരാരും നിന്റെ പക്ഷം പിടിക്കാനില്ലെങ്കിലും, നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, മടുക്കരുത്. നിന്റെ പക്ഷം പിടിച്ചു വാദിക്കുവാൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അകന്ന് നിൽക്കരുത്, ധൈര്യത്തോടെ അടുത്തു വാ. ഓടിച്ചവസാനിപ്പിക്കുക ദൈവത്തിന്റെ മഹത്വം. 3 കാര്യം ചൂണ്ടി അങ്ങോട്ട് വിളിക്കുന്നത് വരാൻ. 1 ദേഹമെന്ന തിരശ്ശീല ഒരുക്കി പുത്തൻ വഴി, 2 രക്തമുണ്ട്, 3 പക്ഷപാതം ചെയ്യുന്നുണ്ട് ഒരുത്തൻ. അതുകൊണ്ട് ഇനി വാ, എന്തിനാ മടിക്കുന്നേ? പിന്നെ ഇങ്ങോട്ട് അടുത്ത് വരുമ്പോൾ എവിടോട്ടാ വന്നെന്നറിയാമോ? വായിച്ചോ, 12:22 മുതൽ വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ, സമയം പോയി, പെട്ടെന്ന് വായിച്ചു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിന് സ്വർഗത്തിൽ പേരെടുത്തിരിക്കുന്ന ആദിമാരുടെ സഭയ്ക്കും സിദ്ധന്മാരവരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥന ഹാവലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്ര നിങ്ങൾ വന്നിരിക്കും. അങ്ങോട്ടാ വരേണ്ടത്, അവിടെ വന്നിരിക്കുന്നത്. വാ, എന്തിനാ അറച്ചു നിൽക്കുന്നേ? ഇനി ഇങ്ങോട്ട് വരുമ്പോഴേ, വരുന്നത് നല്ലതാ, എല്ലാരും വരണം, എല്ലാരും വന്നേ ഒക്കുള്ളൂ. വരുമ്പോ പിന്നെ ഒരു കാര്യം, 2 വിധ ശുദ്ധീകരണം ഉണ്ടാകണം. 1 ആന്തരിക ശുദ്ധീകരണം, എല്ലാം വിസ്തരിക്കുന്നില്ല, പറഞ്ഞങ്ങ് വിടുക. 1 ആന്തരിക ശുദ്ധീകരണം, 2 ബാഹ്യ ശുദ്ധീകരണം. 2 ശുദ്ധീകരണം അവിടെ എഴുതിയിട്ടുണ്ട്. ആന്തരിക ശുദ്ധീകരണം വാക്യം ഇതാ, ഹൃദയങ്ങളിൽ തളിക്കണം. അങ്ങനെ അവിടെ ഹൃദയങ്ങളിൽ, അത് ആന്തരിക ശുദ്ധീകരണം. ഹൃദയാകത്താന്നല്ലോ, അതോ കൊരങ്ങൻ പറഞ്ഞതുപോലെ അത്തിയുടെ മേളിലാന്നോ? ഞാൻ വെളിയിലോട്ട് പോകുമ്പോ അങ്ങനെ പുഴയുടെ നടുക്ക് വന്നപ്പോഴാണ് പറഞ്ഞത്, ഹൃദയം കൊണ്ട് എടുക്കാനാ. യോടി എന്നെ മുതലേ ചോദിച്ചു എന്നെ, ഞാനങ്ങനെ വെളിയിലോട്ട് പോകുമ്പോൾ മുതലേ ചോദിച്ചു, പിന്നെ എവിടെ? അത്തിയുടെ മേളിൽ വെച്ചല്ലേ പോകുന്നേ. മുതല പറഞ്ഞ എന്നാൽ തിരിച്ചു പോകാം. എന്നാൽ തിരിച്ചു പോടാം. അത്തയുടെ കീഴിൽ വന്നപ്പോൾ ചാടി, പള്ളിക്കൂടത്തിൽ പഠിച്ചതല്ലേ, അന്ന് ക്ലാസ്സിൽ പോയില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, ആന്തരിക ശുദ്ധീകരണം, അതാ ഹൃദയങ്ങളെ തളിക്കണം. എല്ലാത്തിനേക്കാളും കപടമുള്ളതാ തുച്ഛന്തയും പകയും പിണക്കവും എന്തെല്ലാം ഇതിനകത്തിരിക്കുന്നത്. ഇതെല്ലാം അകത്ത് വെച്ചോട്ടോ. ഗ്ലോറി, വിക്ടറി, ജീസസ്. നമ്മൾ പറയുന്നത് കൈകൾ വീശി കരങ്ങൾ ഒരിക്കൽ കൂടെ പോരാ. ഇവനിങ്ങനെ തയ്യക്കാരൻ നിൽക്കുമ്പോൾ നിൽക്കുക, പോരാ ഇത് പോരായത് കണ്ടിട്ടില്ലേ? അകത്ത് മുഴുവൻ വൈരാഗ്യവും കുശുമ്പും കുന്നായ്മയും ചതിവും വഞ്ചനയും. ആദ്യം ഇതിനകം ഇതെല്ലാം കളയണം. ഹൃദയങ്ങൾ തളിക്കണം. യേശുവിന്റെ പരിശുദ്ധ രക്തം, അത് ആന്തരിക ശുദ്ധീകരണം. 2 ഭാഗ്യ ശുദ്ധീകരണം. അതുകൊണ്ട് അവിടെ ഭാഗ്യ ശുദ്ധീകരണത്തിന്റെ വാക്യമാ, ശുദ്ധവെള്ളത്താൽ ശരീരം. വായിച്ചേ, അങ്ങനെ ഒരു വാക്യമുണ്ടല്ലേ, ശുദ്ധവെള്ളത്താൽ ശരീരം. വായിച്ചോ.
ആ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ യേശു തന്റെ ദേഹം എന്ന ദിശയിൽ കൂടെ നമുക്ക് പ്രത്യക്ഷ ജീവനുള്ള പുതുപടിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന് മേലൊരു മഹാപുരോഗതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാരുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരെ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവർ. അപ്പോൾ അവിടെ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. അത് ഭാഗ്യശുദ്ധീകരണം. ശുദ്ധവെള്ളം എന്തുവായി? ശുദ്ധവെള്ളം. ഭാഗ്യശുദ്ധീകരണത്തിന് ശുദ്ധവെള്ളം ആവശ്യമാണ്. ശുദ്ധവെള്ളം ആനാവെള്ളമാണോ? അല്ല, പിന്നെ സൗദിയിൽ നിന്ന് കിട്ടുമല്ലോ വേറൊരു തരം വെള്ളം. കൊച്ചുനാളി, നിങ്ങളുടെയും കൊച്ചുനാളി രണ്ടുപേരെ ആ വാലൊക്കെ നിർത്തും. അത് മേടിക്കാൻ തന്നെ ഇങ്ങനെ കുനിയുന്നവരുണ്ട്. കാരണം ആകെ കൂടെ ഒരു മണം അതാ, വേറെ മണമൊന്നും. അങ്ങനത്തെ വെള്ളമല്ല ഇത്. ഇവിടെ ശുദ്ധവെള്ളം എന്നുള്ള ആഖ്യാനം എന്താന്ന് ചോദിച്ചാൽ മായമില്ലാത്ത തിരുവചനം, അതാ ശുദ്ധവെള്ളം. ആ ശുദ്ധവെള്ളം കൊണ്ടാ ഭാഗ്യശുദ്ധീകരണം. അതിന് ഒരു പാട്ടിന്റെ വരി പാടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ശുദ്ധവെള്ളം വചനമാണ്. നിങ്ങൾക്കറിയാവുന്ന പാട്ടാ. പോഷിപ്പിക്കാൻ അതിന് വേണ്ട, ഇത് വേറെ വിഷയം തെളിയിക്കാനാ. എല്ലാത്തിനും കയറി പോഷിപ്പിക്കാൻ ക്ഷീരത്താലെന്നെ. അടുത്ത ലൈനാ നിർമ്മല തോയം. തെളിഞ്ഞല്ലോ. തോയം വെള്ളം, സലിലം തോയം ജലം വെള്ളം, നിർമ്മല തോയം ശുദ്ധവെള്ളം. ആ ശുദ്ധവെള്ളം ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ മായമില്ലാത്ത, കലർപ്പില്ലാത്ത, കൂട്ടുചേർക്കാത്ത നിർമ്മല വചനം. ഈ വചനം പറയുമ്പോൾ ഭാഗ്യശുദ്ധീകരണം ഉണ്ടാകും. ഞാൻ ദൈവദാസന്മാരോടൊക്കെ ബഹുമാനത്തോടും ആദരവോടും കൂടെ പറയട്ടെ. ആമൻ സ്തോത്രം. സെക്രട്ടറിയും ട്രഷറേയും കമ്മിറ്റിയും കൗൺസിലിന്റെയും ഒന്നും നോക്കരുത്. നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ മായം ചേർക്കാതെ വചനം അങ്ങോട്ട് കൊടുക്കണം. നാളെ വിളിക്കുവോ വിളിക്കാതിരിക്കോ, കൈ തരുവോ കൈ തരാതിരിക്കോ, മിണ്ടുകോ മിറുങ്ങലിക്കോ, ആലോ എൻ്റെ തത്വം ഇതാ. നാളെ തനിക്കിങ്ങനെ നടന്നാൽ മതി, ഞങ്ങൾക്ക് പെണ്ണും പടക്കോഴിയൊക്കെ ഉള്ളതാണ്. പിന്നെ ഞാൻ ദയറായിന്ന് വന്നാന്ന്. എനിക്കുണ്ടൊരു കൊച്ചൻ, ഭാര്യയുണ്ട്, ഞാനും കുടുംബസ്ഥനാണ്. നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ നീ ഇതിനകത്ത് മായോ ഒന്നും ചേർക്കണ്ട. എല്ലാവരും ചിലപ്പോൾ കൈ പൊക്കുകയില്ല, എല്ലാവർക്കും തൃപ്തി വരികയല്ല. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലവും കിട്ടും. ഇവിടെ വെച്ച് കൂലിയുണ്ട്. അങ്ങനെ കൂലി ഇവിടെ വെച്ച് തരും, പ്രതിഫലം അവിടെ ചെന്ന് തരും. നീ കുഴയാൻ ദൈവം അനുവദിക്കത്തുമില്ല. ഇതിനകത്ത് മായോ ഒന്നും ചേർക്കരുത്. ഞാനത് പ്രസംഗിച്ച ആ സെക്രട്ടറി ചായന് പിന്നെ കമ്മിറ്റിക്കാർക്ക് ഒന്നും നിന്റെ വിഷയമല്ല. മായം ചേർക്കാതെ ഇത് പറഞ്ഞോണം. സ്തോത്രം. ഒരു മായവും ചേർക്കരുത്. ഞാൻ എന്നും പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയും. എനിക്ക് അറിയത്തില്ല, അതാ കുറച്ചുകൂടെ അറിയണം. അറിയത്തില്ല, അതാ സ്തോത്രം. അറിയും. ഒരുത്തരെ നോക്കത്തില്ല. സ്തോത്രം. തീർത്ത് പറയണം. സമയം അധികമില്ല. ഉഴപ്പരുത്. തീർത്ത് പറഞ്ഞേ. ദൈവം നിന്നെ വഴി നടത്തും. അറിയാത്ത വഴി ദൈവം തുറക്കും. പുത്തൻ പാറ ദൈവം ഒരുക്കി തരും. പ്രൈസ് ദ ലോർഡ്. ഈ നിർമ്മല വചനം, മായമില്ലാത്ത വചനം പറഞ്ഞ് ഭാഗ്യശുദ്ധീകരണം നടത്തണം. അപ്പൊ രണ്ട് ശുദ്ധീകരണം, ആന്തരിക ശുദ്ധീകരണവും ഭാഗ്യശുദ്ധീകരണം. അങ്ങനെ അടുത്ത് വരണം. അടുത്ത് വന്നവരോട് ഒടുവി പറയുകയാ, 3 കാലങ്ങളെ പറ്റി ഓർപ്പിക്കാതെ പറയാൻ ഇനി നേരമില്ല, പറഞ്ഞങ്ങ് വിടാം. 1, പൂർവ്വകാലം ഓർക്കണം. 2 വിധത്തിൽ ഓർക്കണം. 1, പാപത്തിന്റെ പടുകുടിയിൽ കിടന്ന് നിരാശ പേറി ഗതിയില്ലാതെ ഗത്യന്തരമില്ലാതെ തകർന്നു കിടന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്ന് യേശു നിന്നെ രക്ഷിച്ചു. അതൊക്കെ ഒന്ന് ഓർത്തോണം. സ്തോത്രം. അങ്ങേയറ്റം പറ്റിയല്ലേ, ചികിത്സകൾ ചെയ്ത് ഭേദം വരാതെ എല്ലാവരും കൈവിട്ടതാ. ആ കാലത്തിൽ നിന്ന് യേശു നിന്നെ രക്ഷിച്ചത്. ഒരു ഗതിയില്ല, ഗത്യന്തരവുമില്ല, എരഗതിയും പരഗതിയും ഇല്ലാതെ കടന്നവരാ പലരും.
പക്ഷെ യേശുവിനെ അറിഞ്ഞതാണ് നിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നത്. അപ്പം അതുകൊണ്ട് പൂർവ്വകാലമൊക്കെ ഓർക്കണം. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല. ഇന്നാൾ എന്നോട് പറഞ്ഞു, ഈ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വർത്താനമൊന്നും. ഞാൻ ചോദിച്ചു, നിനക്ക് എന്നാ സ്റ്റാൻഡേർഡ് ഉണ്ടായത്? എന്നുണ്ടായി എന്നാ സ്റ്റാൻഡേർഡ് ഉണ്ടായി? ഇതിനകത്ത് വന്നിട്ടുള്ള സ്റ്റാൻഡേർഡല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഒരു നല്ല തുണി ഉണ്ടായിരുന്നോ നിനക്ക്? ഇല്ല. 3 പേര് സഹോദരന്മാർ മാറി മാറി ഇട്ട് അവസാനം കോളറിൻ്റെ എവിടെ കീറി. അത് പിന്നെ തയ്യക്കട കൊണ്ട് തിരിച്ചു വെച്ച് അങ്ങനെ അടിച്ചിട്ടവർ ചിലപ്പിനകത്ത് കാണും. കൊണ്ടുവന്ന് കൈ പൊക്കിക്കോ, ഞാനും ഒന്ന് കാണാനാ. ആണ്ട പുറകിൽ ഒരാൾ കൈ പൊക്കി. മറ്റേ താത്തും പൊക്കണമെന്നുണ്ട്, പമ്മിയിരിക്കുക. അങ്ങനെയുള്ളവരുണ്ട്, ഉണ്ടെന്ന്. പൂർവ്വകാലം ഒന്ന് കൈ പൊക്കിയതാണോ അല്ലേലിയാ പറഞ്ഞതാണോ? ആട്ടെ, ആയിക്കോട്ടെ, ദൈവത്തിന് നമ്മുടെ ആളാ. സ്തോത്രം. പൂർവ്വകാലം ഒന്നും മറക്കരുത് കേട്ടോ. നീ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചില്ലായിരുന്നല്ലോ പണ്ട്. വീട്ടിൽ വിരുന്നുകാർ വരണം, ഒരു കോഴിയെ കൊല്ലണേ ഇല്ലേ? വിരുന്നുകാര്, അത് അപ്പൻ്റെ പെങ്ങൾ വന്നാൽ കൊല്ലുകയല്ല, അമ്മയുടെ അനിയത്തി വരണം. അപ്പം ഞാൻ റിയലി അതേ പറയുള്ളൂ. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, റിയലി അത് തന്നെ. പിന്നെ അപ്പൻ്റെ പെങ്ങൾ 2 പിള്ളേരുമായിട്ട് ഇവിടെ എന്തിനാ ഇങ്ങോട്ട് കൊച്ചുങ്ങളുമായിട്ട് അനിയത്തിയും പിള്ളേരും വന്നു. എൻ്റെ നീ അങ്ങ് ക്ഷീണിച്ച് കോഴിയെ പിടി. നമ്മൾ ആ കോഴിയുടെ പുറകെ ഓടുന്നത്. ഓടിച്ചിട്ട് കോഴിയെ പിടിച്ച് തല്ലിക്കൊന്നിട്ട് ദൈവമേ, അമ്മ വെള്ളം തിളപ്പിക്കുക, അതിനകത്ത് മുക്കി അതിൻ്റെ തൂവലെല്ലാം നമ്മളിവിടെ എല്ലാം പഴയ ആ ചിരവയുടെ പുറത്ത് വെച്ചാ വെട്ടുന്നത്. ഇപ്പോഴല്ലേ ഇപ്പം കട്ടിംഗ് ബോർഡ്. നീ അന്ന് ആ കിട്ടിംഗ് ബോർഡ് കാണാൻ തുടങ്ങിയത് ചിരവയുടെ പുറത്ത് വെച്ചല്ലേ? ആ ചിരവയ്ക്ക് വെട്ടി നിങ്ങളിത് പൂർവ്വകാലം ഓർക്കുകയല്ല. പൂർവ്വകാലം ഓർക്കണമെന്നാ പുസ്തകത്തിൽ വായിച്ചത്. ഇതൊക്കെ ഓർക്കണം. ഞാനിതൊക്കെ ഓർക്കും. അവസരം കിട്ടുമ്പോൾ പറയുകയും ചെയ്യും. കൊച്ചുങ്ങളോടും പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ കോഴിക്കറിക്ക് അത് വെച്ചാൽ തന്നെ നമുക്ക് ഉണ്ണാനിരിക്കുമ്പോൾ യഥേഷ്ടം കിട്ടുകയല്ല. പഴയ അമ്മമാരല്ലേ, പരാധീനതയുണ്ടല്ലോ. 8-10 പിള്ളേരും വിരുന്ന് വന്ന തള്ളയും 3 പിള്ളേരും. അങ്ങനെ ഇരുന്നപ്പോൾ അതിഥിയായിട്ട് വേറൊരാളും കൂടെ വന്നു. പിന്നെ അമ്മമാർ ബുദ്ധിയുള്ള അമ്മമാരാ, കിഴങ്ങ് ഒത്തിരി കൂടുതലിടും. 4ആയിട്ട് നമ്മളിരിക്കുമ്പോൾ നമുക്ക് ഒരു കഷണവും 3 കിഴങ്ങിൻ്റെ കഷണവും. ഞാൻ തമാശ ഒന്നും പറഞ്ഞതല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, മറുവശമുണ്ട്. നല്ല രുചിയാണ് കേട്ടോ. കാരണം അമ്മയൊക്കെ ചെയ്യുന്ന കണ്ട കല്ലേ വെച്ചാ പച്ചം മല്ലി നല്ല രുചിയാണ്. ഇപ്പം കല്ലേ വെച്ച് ആരരയ്ക്കാനാ? കല്ലെടുത്ത് ആറ്റിക്കളഞ്ഞു. നാളൊരു വീട്ടിൽ ചെന്നപ്പോൾ കല്ല് പെയിൻ്റ് അടിച്ച് വിസിറ്റിംഗ് റൂമിൽ വെച്ചിരിക്കുന്നു. ആട്ടുകല്ല്. തമാശ പറഞ്ഞതല്ല. പണ്ട് കല്ലേ വെച്ച് ഇപ്പം അതൊന്നും ചെയ്യണം. എന്നിട്ട് വെളുപ്പിനെ മാപ്പിളയും പെമ്പിളയും കൂടെ ഇലന്തൂരുന്ന് നീ ആ തേങ്ങ വെച്ച് കല്ലേലൊന്ന് അരക്കുകയായിരുന്നെങ്കിൽ ഈ കൊച്ചു വെളുപ്പം കാലത്ത് മൂടിക്കെട്ടി ഇങ്ങനെ പട്ടിയും വരുന്നു പുറകെ. ഞാൻ തമാശ പറഞ്ഞതല്ല. പൂർവ്വകാലമൊക്കെ ഒന്ന് ഓർക്കണം. സ്തോത്രം, സ്തോത്രം. ഒന്നും മറക്കരുത്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കൊതിച്ചിട്ടില്ലേ? നല്ല വസ്ത്രം ധരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലേ? സ്തോത്രം. നല്ല ഭക്ഷണം കഴിക്കാൻ കൊതിച്ചിട്ടില്ലേ? പൂർവ്വകാലമൊക്കെ ഒന്ന് ഓർക്ക്. ബെഡ്റൂം ഉണ്ടായിരുന്നോ പണ്ട് എല്ലാവർക്കും? ഇല്ല. ആനവായം വര എല്ലാം നിരന്ന് കിടക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒന്ന് ചിക്കുവ കിഴക്കൻ നാട്ടിൽ പനമ്പ, കുട്ടനാട്ടിലൊക്കെ ചിക്കുവ അങ്ങ് നിവർക്കുക. ചിക്കുവ ചുരുട്ടി വെച്ചേക്കുകയല്ലേ? നിവർക്കുമ്പം ഉരുണ്ട് വരാതിരിക്കാൻ ഉറങ്ങിയ കൊച്ചിനെ ആദ്യം കടത്തും. അപ്പം പിന്നെ അവിടെ നിന്നോളും. ബാക്കി എല്ലാം ഓരോന്ന് കയറി. തമാശ പറഞ്ഞതല്ല. പുതയ്ക്കാനായിട്ട് അമ്മയുടെ കച്ചമുറിയോ അല്ലെങ്കിൽ സാരി അത് രാത്രി പിടിച്ച് വലിച്ചപ്പോൾ അതും കീറി അവസാനം കിടക്കുക. ഇത് പൂർവ്വകാലമൊക്കെ ഒന്ന് ഓർക്കണം. ഇപ്പോൾ എത്ര ഫോറിൻ ബെഡ്ഷീറ്റ്, എന്നിട്ട് അതങ്ങോട്ട് ഈ കളറ് പോരാ. പൂർവ്വകാലമൊക്കെ ഒന്ന് ഓർക്കെ. ദൈവം നടത്തിയ വിധമൊക്കെ ഒന്ന് ഓർക്കെ. കൊച്ചുങ്ങൾക്കും പറഞ്ഞു കൊടുക്കെ, കൊച്ചുങ്ങൾക്കുമൊക്കെ പറഞ്ഞു കൊടുക്കെ. സ്തോത്രം, സ്തോത്രം അല്ലേ? കൊച്ചുങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. പൂർവ്വകാലം മറക്കരുത്. ദൈവം നടത്തിയ വിധം മറക്കരുത്. 2 വർത്തമാനകാലം വിസ്തരിക്കുന്നില്ല. വർത്തമാനകാലത്തിൽ ധൈര്യം ചോർന്നു പോകരുത്.
ധൈര്യം ചോർന്നു പോകരുത് പ്രിയരെ. ഇപ്പോഴത്തെ ഭരണകൂടങ്ങള്, ആ കാര്യങ്ങള്, രീതികള്, രാഷ്ട്രീയത്തിന്റെ പോക്ക്, സമൂഹത്തിന്റെ പോക്ക് ഇതൊന്നും കണ്ട് ധൈര്യം ചോർന്നു പോകരുത്. ഒരുപക്ഷെ നിന്നെ പീഡിപ്പിച്ചെന്ന് വരാം, ഉപദ്രവിച്ചെന്ന് വരാം, കടുത്തു വെട്ടുമെന്ന് പറഞ്ഞെന്ന് വരാം, ലഘുലേഖ കത്തിച്ചെന്ന് വരാം, ബൈബിള് കത്തിച്ചെന്ന് വരാം, സുവിശേഷം പറയുന്നവര് തല്ലിയെന്ന് വരാം, ഉപദ്രവിച്ചെന്ന് വരാം, പങ്കപ്പാടുകളും പീഡകൾ വർദ്ധിച്ചെന്ന് വരാം. ഇത് കുറയത്തില്ല, കൂടത്തേ ഉള്ളൂ. ഇവിടെ ഏത് സംഘടന വന്നാലും ഏത് രാഷ്ട്രീയക്കാർ വന്നാലും ഇത് കുറയാനൊന്നും പോകുന്നില്ല, ഇത് കൂടുകയുള്ളൂ. ഇന്നാളൊരാൾ പറഞ്ഞു, നമുക്ക് വേണ്ടി ഒരാൾ വേണേന് ഞാൻ ഇലക്ഷന് നിൽക്കുകയാണ്, നമ്മുടെ കാര്യവും പറയാൻ. എടാ പോട്ടാ, ആര് പറയാന്? ആര് പറഞ്ഞാ ഏക്കും? നിനക്ക് വേണ്ടി വ്യവഹരിക്കുന്നവൻ ദൈവമാ. സ്തോത്രം. ഉന്നതന് മീതെ ഉന്നതനും അവന് മീതെ അത്യുന്നതനുണ്ട്. നീ മുഴങ്കാലമടക്കി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ രാജാക്കന്മാരുടെ ഹൃദയം യഹോവ കടകിൽ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിച്ചു കൊണ്ടുവരും. അല്ല, നീ ഒടിയും പിടിച്ച് സെക്രട്ടേറിയറ്റിന്റെ വാതിക്കലും വന്ന് അവിടെയും കിടന്ന് പഞ്ചായത്തിന്റെ വാതിക്കൽ സ്തോത്രം ഞങ്ങൾ ഒരുത്തരെ തൊട്ടെന്നാൽ തൊട്ട് അക്കളി ഇക്കളി ഏന് പൊട്ടത്തരവൊക്കെ. എന്നാ പറഞ്ഞേ? നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാ. ഇന്ന് രാത്രി ധൈര്യം ചോർന്നു പോകരുത്, ക്ഷീണിക്കരുത്. രാമൻ നിർത്തുക. 9:35 9:40 നിർത്തുക. അപ്പം പുള്ളിക്കും പ്രശ്നമില്ല. അതാ നല്ലത്. മൂന്നാമത്തെ കാലം ഭാവി കാലം. എന്തുവാ ഭാവി കാലം? ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അതാ നമ്മുടെ ഭാവി കാലം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വെച്ച് അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു വരാറായി. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയ്ക്ക് പത്രോസ് പറയുക ജീവനുള്ള പ്രത്യാശ, പൗലോസ് പറയുക ഭാഗ്യകരമായ പ്രത്യാശ. ആ പ്രത്യാശ എന്തുവാ? യേശു ക്രിസ്തു വീണ്ടും വരും. ഒരിക്കൽ വന്നു, എന്തിന്? പാപപരിഹാരം വരുത്താൻ. വരുത്തി. അങ്ങനെ ക്രൂശ് വെച്ച് പറഞ്ഞ് നിവർത്തിയായി. അതെങ്ങനെ പ്രാപിക്കാം? വിശ്വസിച്ചാൽ. അത് നിവർത്തിച്ചു സ്വർഗത്തിൽ പോയി പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു അധികം താമസിക്കാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് രണ്ടാമനും പ്രത്യക്ഷപ്പെടാൻ പോകുക. വാട്ടം, കര, ചുളുക്കം, മാലിന്യമൊന്നുമില്ലാതെ ശുദ്ധയുമായി തനിക്ക് മുൻനിർത്തേണ്ടതിന് അവനവളെ വചനത്തോടെയോടെ ജലസ്നാനത്താൽ വെടിപ്പാക്കി നിർത്തിയിരിക്കുക. ഇന്ന് രാത്രിയിൽ യേശു വീണ്ടും വരുമെന്ന് ഓർക്കുക. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവനും ഭാവികാലമാ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ആരാ പോകുന്നത്? എല്ലാരും പോകുകയില്ല. പിന്നെ ആര് പോകും? പുസ്തകം പഠിപ്പിക്കുന്നത് മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവര് പോരാ. വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവർ. തീർന്നില്ല. അഭിഷേകം പ്രാപിച്ചവർ, വേർപാട് പാലിക്കുന്നവർ, തിരുമേശ കിടക്കുന്നവർ, കൂട്ടായ്മ ആചരിക്കുന്നവർ, പ്രാർത്ഥന കഴിക്കുന്നവർ, ഓരോ ദിവസവും ദൈവത്തോടും മനുഷ്യരോട് കുറ്റമറ്റ മനസ്സാച്ചുകൊണ്ട് ജീവിതത്തിലെ കുറവുകൾ, പോരായ്മകൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ തങ്കനിണത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിന്റെ വരവനായി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതാണ് നമ്മുടെ ഭാവി കാലം. ആമൻ. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. എനിക്കും നിങ്ങൾക്കും മുമ്പേ മൺമറഞ്ഞ സകല വിശുദ്ധന്മാർ ഉയർത്തു വരും. പുത്തൻ ശരീരത്തോടെ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുക, നിങ്ങൾക്കെല്ലാം മനപാഠമാ. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്നും ഏതുവിധം ശരീരത്തോടെ വരുമെന്നും ചോദിക്കുന്നു. മൂഢാ, നീ വിതയ്ക്കുന്നത് എത്തില്ലെങ്കിൽ തനിയായിരിക്കും നീ വിതയ്ക്കുന്നത്. ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികൾ എത്ര ദൈവമോ ഓരോന്നിനെ തന്നെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രത്തിന്റെ തേജസ് വേറെ. നക്ഷത്രവും തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. അവൻ മരിച്ചവർ കാഹളം ധ്വനിക്കുമ്പോൾ ഉയർത്തു വരും. ക്രിസ്തുവിൽ മരിച്ചവർ, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ പോക്ക് കണ്ടുകൊണ്ട് സങ്കീർത്തനക്കാരൻ പാടുക, ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് പുറപ്പെട്ടു പോകുന്നത് പോലെ കോടി കോടി വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയും ഉയർക്കം ചെയ്യുന്ന നല്ല സുതന യേശുവിന്റെ വീണ്ടും വരവ്. ആ വരവിനായി നമുക്കൊന്ന് ഒരുങ്ങാം.
എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു പഴയ പാട്ടിന്റെ ഒരു വരി ഒന്ന് പാടാ, അറിയാവുന്ന ഒരു പാടിയാട്ടെ. ഇനി ഉലകത്തിൽ വസിക്കുവാൻ ഗതിയില്ലാത്ത ഗതി ഞാൻ, ഇണയില്ല കുറുംപ്രാവു പോലെ പകൽ ഞരങ്ങുന്നു സുരലോക ചേരുവാൻ നാഥ, ഞരങ്ങുന്നു സുരലോക. എന്റെ മണവാളനെ, എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിനു മകമകത്വത്തിൻ പ്രഭുവേ, നിൻ വെളിച്ചത്തിൻ പ്രഭയിൽ ഞാൻ ജ്വലിച്ചങ്ങു ഇരുളല്ല നീക്കിമേവുവാൻ, വെളിച്ചത്തിൻ സൂതനായി കാക്കണേ എന്നെ, വെളിച്ചത്തിൻ സൂതനായി കാക്കണേ. എന്റെ മണവാളനെ, എന്നിൽ നിന്റെ വരവിനു താമസം ഏറെയാകുമോ? വരവിനു ഒന്ന് പൂർവകാലം ഓർക്കണം, രണ്ട് വർത്തമാനകാലം ഓർക്കണം, മൂന്ന് ഭാവികാലം ഓർക്കണം. നമ്മുടെ ഭാവി പ്രത്യാശ യേശുവിന്റെ വീണ്ടും വരവാ. ആ വരവിനായി നമുക്ക് ഒരുങ്ങാം. ആമേൻ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ ശുശ്രൂഷകനെ ക്ഷണിച്ച ആദരണീയ കർത്തദാസനും ചുമതലപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. വിശേഷിച്ച് അച്ചൻകുഞ്ഞ് എലന്തൂരിന്റെ കുടുംബത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ജ്യേഷ്ഠ സഹോദരനായി, കുടുംബത്തിനായി, കുടുംബാംഗങ്ങൾക്കായിട്ടെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവരെയും ദൈവം ആദരിക്കട്ടെ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്കൊന്നൊരുങ്ങാം. ഗായക സംഘം മുമ്പോട്ട് വന്ന് ഒരു പഴയ പാട്ടിന്റെ ഈരടികൾ പാടുമ്പോൾ നമുക്ക് ചേർന്ന് കൈകളടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും അല്പസമയങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. 10 മണിക്ക് നിർത്താനാ പറഞ്ഞ് ഞാൻ 9:40 നിർത്തി. എന്തിനാണെന്നറിയാമോ? 2 ശീല പാട്ടൂടെ പാടി ദൈവത്തെ ആരാധിച്ച് ചങ്ങ് പിരിയാൻ വേണ്ടിയാ. കർത്താവിന് മഹത്വം. അതുകൊണ്ട് 2 ശീല പാട്ട് കൈകളടിച്ച്, കൈകൾ നിങ്ങൾ ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. നിങ്ങൾ സ്റ്റേജിൽ ഇരിക്കുന്നവർ എഴുന്നേക്കാം. അത് ആക്കം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. നിങ്ങളോട് എഴുന്നേക്കാൻ പറഞ്ഞാൽ എല്ലാവരും ഇറങ്ങി അങ്ങ് പോകും. ഇനി അഥവാ പോകുന്നവരെ എനിക്കൊന്ന് കാണുകയും ചെയ്യും. ആരാ പോകും, പരിചയമുള്ളവരാന്ന് പിന്നെ പറയാമല്ലോ, ഞാൻ കണ്ടു പോകുന്നത് കണ്ടെന്ന്. അപ്പം നിങ്ങൾ ഇരുന്നാൽ മതി. അത്യാവശ്യമുള്ളവർക്ക് പോകുകയും ചെയ്യാം, അതിന് വിലക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇരുന്നുകൊണ്ട് പാട്, കൈയടിച്ച്. ഇവർ നിന്നുകൊണ്ട് പാട്. നിങ്ങൾ കർത്താവിൻ്റെ വരവിനെ ആസ്പദമാക്കി പാട്ട് വല്ലതും സെലക്ട് ചെയ്തിട്ടുണ്ടോ? ഏതാ? പാട്, പാടിക്കോ, പെട്ടെന്ന് പാട്. സമയമില്ല, എല്ലാം വലിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഓണായി വരണം. അയ്യോ, ഓണാക്ക. പാടിക്കോ. കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതർ ശബ്ദത്തോടും, കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതർ